സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫ്രീ റാഡിക്കൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബയോകെമിസ്ട്രിയിൽ വരുന്നൊരു ടോപ്പിക്കാണ് ഫ്രീ റാഡിക്കൽസ് ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ തന്നെ ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമായിട്ട് ഫ്രീ റാഡിക്കൽസും ആൻറ്റി ഓക്സിഡൻസും എന്താണെന്നൊന്ന് പറയാം. ഓക്കെ, ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോളിക്യൂള് അല്ലെങ്കിൽ ഒരു മോളിക്കുലർ സ്പീഷി ഗ്രൂപ്പ്, അതിനകത്ത് എന്തായിരിക്കും, ഒന്നോ അതിലധികമോ അൺപെയർഡ് ഇലക്ട്രോൺസ് അതിൻ്റെ ഔട്ടർ ഷെല്ലിലുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഈ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. അപ്പം ഇതിനെന്താണ്, ഇത് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും, പക്ഷേ ഇത് ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം അത് ഇങ്ങനത്തെ സാധനങ്ങളെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഫ്രീ റാഡിക്കൽ എന്ന് വെച്ചാൽ എന്താണ്, ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു മോളിക്കുലർ സ്പീഷീസ് കണ്ടെയ്ൻ വൺ ഓർ മോർ അൺപെയർഡ് ഇലക്ട്രോൺസ് ആയിരിക്കും ആൻഡ് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ കോമൺ ആയിട്ടൊക്കെ എന്താ പറയുക, നമ്മളിപ്പം മാഗസിനിലോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിക്ക് ഭയങ്കര കേടാണ്, അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് കഴിക്കണം. ആൻറ്റി ഓക്സിഡൻസ് വന്നിട്ട് നമ്മുടെ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും, അല്ലേ? ബോഡിയിൽ നാച്ചുറലി തന്നെ എന്ത് ചെയ്യുന്നു, ഏജ് ചെയ്യുന്നതിൻ്റെ പറയാം, അല്ലെങ്കിൽ നമ്മൾ പ്രായമാവുമ്പം നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുറച്ച് എൻവയോൺമെൻ്റലായിട്ടുള്ള ഫാക്ടേഴ്സ് കാരണം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കുറച്ച് എന്താ പറയുന്ന നമ്മുടെ ഡെയിലി ഉള്ള റൂട്ടീനിലുള്ള കുറച്ച് തെറ്റായ പ്രവണതകൾ കാരണവും ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രൊഡക്ഷൻ കൂടാം. ഓക്കെ, അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് വന്നിട്ട് എന്ത് ചെയ്യും, ഏജിങ് പ്രോസസ്സിനെയൊക്കെ കൂട്ടുമെന്ന് പറയും, അല്ലേ? എങ്ങനെയാണ് ഏജിങ് പ്രോസസ്സിനെ കൂട്ടുന്നത്? നമ്മൾ പറഞ്ഞു, ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് എന്താണ്, അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, അല്ലേ? അപ്പം ഇവിടെ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു രസമുള്ളൊരു ഫോട്ടോ കൊടുത്തേപ്പോണ്ടേ. അപ്പോൾ ഇതിനകത്ത് കണ്ട ഇതാണ് നമ്മുടെ ഫ്രീ റാഡിക്കൽ. ഓക്കെ, ഫ്രീ റാഡിക്കലിന് അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, അതായത് ഇവിടെയും കൂടെ ഒരാൾ വന്നാൽ പെയർഡ് ആയേനെ, പക്ഷേ ഇവിടെ എന്താ ഒരാളില്ല. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഭയങ്കര റിയാക്റ്റീവ് ടെൻഡൻസിയിൽ നിൽക്കുകയാണ്, ഉണ്ട്, ഭയങ്കര റിയാക്റ്റീവ് ടെൻഡൻസി നിൽക്കുകയാണ്. പുള്ളിക്കാരന് ഒരു ഇലക്ട്രോൺ വേണം. ഓക്കെ, ഇലക്ട്രോൺ ഉണ്ടെങ്കിലേ ശരിയാവും. ആ ഇലക്ട്രോൺ പുള്ളി എവിടെ നിന്നാണ് എടുക്കാൻ നിൽക്കുന്നത്? അത് നമ്മുടെ ഹെൽത്തി ആറ്റംസ്, അതായത് നമ്മുടെ ബോഡിയിലുള്ള സെൽസിൻ്റെ ആറ്റംസിൽ നിന്നാണ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ആറ്റം വളരെ സന്തോഷകരമായിട്ട് അവിടെ ഇലക്ട്രോൺസ് ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ ഫ്രീ റാഡിക്കൽ എന്നിട്ട് അവിടുന്ന് ഒരു ആറ്റം എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക പറയുമ്പം ഇതിൻ്റെ ഒരു നിലനിൽപ്പിനെയല്ലേ അത് ഡിസ്റപ്റ്റ് ചെയ്യുന്നത്, അത് ഇല്ലാണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സെല്ലിന് ഡാമേജ് സംഭവിക്കും. അതാണ് നമ്മുടെ ഏജിങ് പ്രോസസ്സിലൊക്കെ ഫ്രീ റാഡിക്കൽസ് കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഏജിങ്, അല്ലെങ്കിൽ ചിലരെ കണ്ടാലറിയാം അവരുടെ ഒരു എന്താ പറയുന്നത്, അവരുടെ ഒരു ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ഫലമായിട്ട് വളരെ യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ അവർക്ക് ഭയങ്കര ഏജിങ് തോന്നിക്കും, അല്ലേ? നേരെ മറിച്ച് ചിലർ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, അവർ ഭയങ്കര എന്താ പറയുക, പ്രോസസ്ഡ് ഫുഡൊന്നും കഴിക്കില്ല, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കൂ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് കഴിക്കും, വർക്കൗട്ട് ചെയ്യും, അല്ലെ, നന്നായിട്ട് ഉറങ്ങും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഇതിലൂടെ ജീവിക്കുന്നവർക്ക് എന്താണ്, അവരുടെ ബോഡിയിൽ ഈ ഒരു ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, കുറച്ചുകൂടെ യൂത്ത്ഫുള്ളായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഒരു യൂത്ത് ഏജിങ്ങിൻ്റെ ഒക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഫ്രീ റാഡിക്കൽസ് ആണ് ഒരു പരിധി വരെ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഫ്രീ റാഡിക്കൽ നമ്മുടെ ഹെൽത്തി ആറ്റത്തിന് എടുക്കാൻ ശ്രമിക്കും. അവിടെയാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റ് വരുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മൾ ആക്ച്വലി ഈ ക്ലാസ്സിൽ പഠിക്കുന്നില്ല, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കൂ. പക്ഷേ ആൻറ്റി ഓക്സിഡൻറ്റ് എന്താണ്, ആൻറ്റി ഓക്സിഡൻസിന് ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് പറയും, ഈ ഹെൽത്തി ആറ്റത്തിനെ ഉപദ്രവിക്കേണ്ട, പകരം ഇലക്ട്രോൺ ഞാൻ തരാം എന്ന് പറഞ്ഞ് ഇതിനെ എന്ത് ചെയ്യുന്നു, അവിടെ ന്യൂട്രലൈസ് ചെയ്ത് കളയുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഫുഡ് കഴിക്കണം, അല്ലെ? ഗ്രീൻ ടീയിൽ ആൻറ്റി ഓക്സിഡൻറ്റ്, ഫ്രൂട്ട്സിൽ ആൻറ്റി ഓക്സിഡൻസ്, അല്ലേ? ഇപ്പോൾ എന്ത് കണ്ടാലും റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ പരസ്യം കാണിക്കുന്നത്. അപ്പം ആൻറ്റി ഓക്സിഡൻസിന് ആക്ച്വലി നമ്മുടെ ഹെൽത്തിലും നമ്മുടെ ബോഡിയിലും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇതുകൊണ്ടാണ് ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ആൻറ്റി ഓക്സിഡൻസ് ആണ് ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ ആക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഡാമേജിൽ നിന്ന് നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീ റാഡിക്കൽ എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ്, ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു മോളിക്കുലർ സ്പീഷിയാണ്, അതിനകത്ത് എന്തായിരിക്കും, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, എവിടെ നിന്നാണ് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നത്? ഓക്കെ, നന്നായിട്ടിരുന്നാൽ പോരെ, എന്തിനാണ് ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നത്, അത് പറഞ്ഞുതരാം. അപ്പം ഫ്രീ റാഡിക്കൽസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലേ, യൂഷ്വലി ഓക്സിഡേഷൻ റിയാക്ഷൻസിൽ മോളിക്കുലർ ഓക്സിജനെ കംപ്ലീറ്റ്ലി അത് വാട്ടറാക്കി മാറ്റും. പക്ഷേ ചില കേസിൽ, അതായത് യൂഷ്വലി കംപ്ലീറ്റ്ലി വാട്ടറാക്കി മാറ്റണം, പക്ഷെ ചില സമയത്ത് ഈ ഒരു കംപ്ലീറ്റ്ലി വാട്ടറാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് നടക്കത്തില്ല. അല്ലെങ്കിൽ എന്താണ്, ഓക്സിജൻ്റെ പാർഷ്യൽ റിഡക്ഷനെ നടക്കത്തുള്ളൂ. പാർഷ്യൽ റിഡക്ഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത്
മൈനസ് അല്ലെങ്കിൽ ആ ഒരു പാർഷ്യൽ റിഡക്ഷൻ മാത്രം നടക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു പാർഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ പാർഷ്യൽ ചാർജ് ഉള്ള ഒരു ഓക്സിജൻ സ്പീഷീസ് ആയിട്ട് അത് മാറും. ഇതെന്തായിരിക്കും, ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ലിവിങ് ബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയാൻ കാര്യം ഇതിനിപ്പോൾ OH- വരുന്നുണ്ട്, അല്ലെങ്കിൽ COOH- വരുന്നുണ്ട്. അപ്പോൾ പലതിൻ്റെയും ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ മോളിക്കുലാർ ഗ്രൂപ്പ്സ് ആയിട്ട് ഇത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം എന്താണ്, ആ റിഡക്ഷൻ ഓഫ് ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പാർഷ്യൽ റിഡക്ഷൻ ഓഫ് ഓക്സിജൻ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ അത് എന്തായിട്ട് മാറും, ഒരു റിയാക്റ്റീവായിട്ടുള്ള ഒരു ഓക്സിജൻ്റെ ഒരു സ്പീഷീസ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് അല്ലെങ്കിൽ ROS എന്ന് പറയുന്നത്. ഇതെന്താണ്, ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് തന്നെയാണ് നമുക്ക് ഫ്രീ റാഡിക്കൽസ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ഈ ROS എന്ന് പറയുന്നത് എന്താണ്, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആണ്. ഇത് ആ ഒരു ഫ്രീ റാഡിക്കൽ ഇഫക്റ്റ് ഉള്ള സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. അതായത് സൂപ്പർ ഓക്സൈഡ് ആനയോൺ റാഡിക്കൽ, ഹൈഡ്രോ പെറോക്സൈൽ റാഡിക്കൽ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഹൈഡ്രോക്സിൽ റാഡിക്കൽ, ലിപ്പിഡ് പെറോക്സൈഡ് റാഡിക്കൽ, സിംഗ്ലറ്റ് ഓക്സിജൻ, നൈട്രിക് ഓക്സൈഡ്, പെറോക്സി നൈട്രേറ്റ്. ഇതെല്ലാം എന്താണ്, നമ്മുടെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്. കാര്യം ഇതിനകത്തെല്ലാം എന്താണ്, സൂപ്പർ ആനയോൺ റാഡിക്കൽ, ഹൈഡ്രോ പെറോക്സൈൽ റാഡിക്കൽ, ഹൈഡ്രജൻ പെറോക്സൈഡിനകത്തെല്ലാം ഓക്സിജൻ വരുന്നുണ്ട് അല്ലെ. അപ്പോൾ റിയാക്റ്റീവ് ഓക്സിജൻ ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്, ഇതെല്ലാം നമ്മുടെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആണ്, ഫ്രീ റാഡിക്കൽ ഇഫക്റ്റ് ഉള്ളത്. പക്ഷേ ഈ പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡും സിംഗ്ലറ്റ് ഓക്സിജനും, ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡും സിംഗ്ലറ്റ് ഓക്സിജനും എന്താണ്, അത് രണ്ടും ഫ്രീ റാഡിക്കൽസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്താണ്, ഇതിന് റിയാക്ടിവിറ്റി കൂടുതലാണ് അല്ലേ. അപ്പം നമ്മൾ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിൻ്റെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് റിയാക്റ്റീവ് ആയതുകൊണ്ടാണ് ഇതിനെ കൂടി നമ്മൾ ഈ ഒരു എന്താ പറയുക കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിനെയും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് സിംഗ്ലറ്റ് ഓക്സിജനെയും. ഇത് റിയാക്റ്റീവ് ആയതുകൊണ്ട് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. പക്ഷേ ഇതിനെന്താണ്, നമ്മൾ ഫ്രീ റാഡിക്കൽസിൻ്റെ പോലത്തെ ആ ഒരു ആക്ഷൻ ഇല്ല, അത് ഫ്രീ റാഡിക്കൽസ് അല്ല. ഓക്കെ, പക്ഷേ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയുന്നൊരു കാറ്റഗറിയിൽ ഇത് വരുന്നുണ്ട്. അതിലൊക്കെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എല്ലാം ഫ്രീ റാഡിക്കൽസ് അല്ല. ഓക്കെ, ഇത് രണ്ടാണ് കാര്യം. ഇതിന് പക്ഷേ ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിന് ഫ്രീ റാഡിക്കൽ ഇഫക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ കുറച്ച് റെപ്രസെൻറ്റേഷൻ കൊടുത്തേക്കാണ്. ഇപ്പം നമ്മുടെ സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുന്ന O2-, അത് സൂപ്പർ ഓക്സൈഡ് ആണ്. ഹൈഡ്രോക്സിൽ അല്ലെങ്കിൽ OH-, പെറോക്സിൽ ROO-, പെർ ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് HO2, അല്ലെങ്കിൽ ആൽക്കോക്സി RO, ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2, സിംഗ്ലറ്റ് ഓക്സിജൻ O2. ഓക്കെ, നൈട്രിക് ഓക്സൈഡ് NO-, നൈട്രജൻ ഡയോക്സൈഡ് NO2, നൈട്രസ് ഓക്സൈഡ്, പെറോക്സി നൈട്രേറ്റ്, ആൽക്കൈൽ പെറോക്സി നൈട്രേറ്റ്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം എന്താണ്, ROSൻ്റെ ഗ്രൂപ്പിൽ വരുന്ന സാധനങ്ങളാണ്. ഓക്കെ, അതിനകത്ത് നമ്മുടെ ഈ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ള സാധനങ്ങളാണ് എന്ത്, ഫ്രീ റാഡിക്കലിൻ്റെ ആ ഒരു ഇഫക്റ്റ് കാണിക്കുന്ന ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ലിവിങ് സെൽസിന് പ്രശ്നക്കാരായിട്ടുള്ള റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനകത്ത് വരുന്ന സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ അത് ഓക്സിജൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു റിഡക്ഷൻ നടക്കാത്തത് കൊണ്ടാണ് ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഫ്രീ റാഡിക്കൽസിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ പറഞ്ഞു എന്താണ്, അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ഹൈലി റിയാക്റ്റീവ് ആണ്. ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ടാണല്ലോ നമ്മൾ ഫ്രീ റാഡിക്കൽസിന് എന്ത് ചെയ്യുന്നത്, എപ്പോഴും നമ്മുടെ വേറൊരെണ്ണത്തിനെ അറ്റാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇലക്ട്രോൺ എടുക്കാനുള്ള ടെൻഡൻസി ഉള്ളത്. ഓക്കെ, ഭയങ്കര ഹൈലി റിയാക്റ്റീവ് ആണ് അല്ലേ. അൺപെയർഡ് അല്ല, സ്വസ്ഥതയില്ല. ആ പെയർഡ് ആയാലും ഒരു ഇത് കിട്ടും. അതുകൊണ്ട് ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. വെരി ഷോർട്ട് ഹാഫ് ലൈഫ് ആണ്. അതായത് അതിൻ്റെ ആ ഒരു ഡിസിൻറ്റഗ്രേഷൻ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, അത് വളരെ ഷോർട്ടായിട്ടുള്ളതായിരിക്കും. ക്യാൻ ജനറേറ്റ് ന്യൂ റാഡിക്കൽസ് ബൈ ചെയിൻ റിയാക്ഷൻ. അത് നമ്മൾ ഇനി ഈ ലിപ്പിഡ് പെറോക്സിഡേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ കാണും. അതായത് ഈ ഫ്രീ റാഡിക്കൽസിന് എന്ത് ചെയ്യാൻ പറ്റും, ചെയിൻ റിയാക്ഷൻ വഴി പുതിയ ന്യൂ റാഡിക്കൽസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പം നമ്മുടെ ബോഡിയിൽ ഇപ്പം ഈ സ്മോക്കിംഗ് പോലെ അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് പോലെ അല്ലെങ്കിൽ ആൽക്കഹോളിസം പോലത്തെയൊക്കെ പ്രശ്നം കാരണം നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയിൻ റിയാക്ഷൻ പോലെ ന്യൂ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. പിന്നെന്താണ്, നമുക്കറിയാം ലിവിങ് സെൽസിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ബയോമോളിക്യൂൾസിന്, സെൽസിന്, ടിഷ്യൂസിനൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഫ്രീ റാഡിക്കൽസ് ഡാമേജ് ചെയ്യുന്നു. എങ്ങനെ ഡാമേജ് ചെയ്യുന്നു, ഇത് ഹൈലി റിയാക്റ്റീവ് ആണ്, ഇതിന് ഇലക്ട്രോൺസ് വേണം. അപ്പോൾ അത് ഇലക്ട്രോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്നത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സെൽസിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിനെ ഡാമേജ് സംഭവിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പം ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസിൻ്റെ കുറച്ച് ഫോട്ടോ ഇത് കൊടുത്തേക്കുവാണ്. കാരണങ്ങൾ അല്ലേ, അല്ലെങ്കിൽ കോസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഫ്രീ റാഡിക്കൽസ് എങ്ങനെയൊക്കെ ഫോം ചെയ്യും, UV ലൈറ്റിൻ്റെ ഇതിൽ വരാം, ഇൻഫ്ലമേഷൻ
കോൺടാമിനേഷൻ കാരണം വരാം, മെറ്റബോളിസത്തിലൂടെ വരാം, അതുപോലെ തന്നെ സ്മോക്കിങ്ങിലൂടെ വരാം, അയണൈസിങ് റേഡിയേഷൻസിലൂടെ വരാം, എയർ പൊല്യൂഷനിലൂടെ വരാം. ഓക്കെ, ഇതൊക്കെ ഇൻഇഫക്റ്റിൽ എന്താണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ സെൽസിനെ ഡാമേജ് ചെയ്യണം, നമ്മുടെ സെല്ലിൻ്റെ DNA ഡാമേജ് ചെയ്യണം. അത്രത്തോളം ഇൻ ഡെപ്തിൽ പോയിട്ട് ഡാമേജ് സംഭവിക്കാം, മ്യൂട്ടേഷൻ സംഭവിക്കാൻ, അല്ലെങ്കിൽ കാർസിനോജനിക്കായിട്ടൊക്കെ മാറാൻ സാധ്യതയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉള്ള സാധനങ്ങളാണ് ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് സോഴ്സസ് ആൻഡ് ജനറേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്. അതായത് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യും എന്ന് പറഞ്ഞു അല്ലേ. എങ്ങനെയാണ്? അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റിഡക്ഷൻ ഓഫ് അല്ലെങ്കിൽ പാർഷ്യൽ റിഡക്ഷൻ ഓഫ് ഓക്സിജൻ നടക്കുന്നത്. എങ്ങനെയാണ് പാർഷ്യൽ റിഡക്ഷൻ ഓഫ് ഓക്സിജൻ വഴി ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നത്? അത് പ്രധാനമായിട്ടും 2 രീതിയിലാണ് നടക്കുന്നത്. ഓക്കെ, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള നോർമലായിട്ടുള്ള മെറ്റബോളിക് അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള പ്രോസസ്സ് വഴി, ഡ്യൂ ടു നോർമൽ ബയോളജിക്കൽ പ്രോസസ്സ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സെല്ലുലാർ മെറ്റബോളിസം വഴി. രണ്ടാമത്തെ കാര്യം എന്താണ്? ഡ്യൂ ടു എൻവയോൺമെന്റൽ ഇഫക്റ്റ് വഴി. ഓക്കെ, അപ്പം നോർമൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു എസ്റ്റിമേഷൻ പറയുന്നത് നമ്മുടെ ബോഡിയിലേക്ക്, നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസത്തിന് വേണ്ടി അല്ലെങ്കിൽ ബോഡിയുടെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എടുക്കുന്ന ഓക്സിജന്റെ 1 മുതൽ 4% വരെയും എന്തായിട്ട് മാറുന്നുണ്ട് ബോഡി? ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. മാറ്റുമല്ല, മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1 to 4% ഓഫ് ദ ഓക്സിജൻ ടേക്കൺ അപ്പ് ബൈ ദ ബോഡി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫ്രീ റാഡിക്കൽസ്. ഓക്കെ, അപ്പം 2 പ്രധാന സോഴ്സസിലൂടെയാണ് ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ നോർമൽ ബയോളജിക്കൽ പ്രോസസ്സിൽ ഈ പറഞ്ഞോണൊക്കെയും, രണ്ടാമത് എന്താണ്? എൻവയോൺമെന്റൽ ഇഫക്റ്റ് കാരണം. ഓക്കെ, അപ്പം നമുക്ക് നോർമൽ ബയോളജിക്കൽ പ്രോസസ്സിൽ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേജുകളിൽ, ഏതൊക്കെ പ്രോസസ്സുകളിൽ നമുക്ക് ഫ്രീ റാഡിക്കൽസ് ഉണ്ടെന്ന് നോക്കാം. എൻവയോൺമെന്റൽ ഇഫക്റ്റുകളും നോക്കാം. ഓക്കെ, അപ്പോൾ സെല്ലുലാർ മെറ്റബോളിസത്തിൽ എങ്ങനെയൊക്കെ നടക്കുന്നു? ഒന്ന്, ലീക്കേജ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ റെസ്പിറേറ്ററി ചെയിൻ. അതായത് നമ്മുടെ റെസ്പിറേഷൻ ഒക്കെ നടക്കുന്നുണ്ടല്ലോ, ആ റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത്, ആ ഒരു സൈക്കിളിൻ്റെ സമയത്ത് ഇലക്ട്രോൺസ് ലീക്ക് ചെയ്ത് പോകാം അല്ലേ. അപ്പം അങ്ങനെ അവിടെ ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യാം. 2, പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഓർ ഓക്സിജൻ സൂപ്പർ ഓക്സൈഡ് പെറോക്സൈഡ് ബൈ ഓക്സിഡൈസ് എൻസൈം അല്ലേ. അല്ലെങ്കിൽ സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽ എന്താണ്? ഓക്സിഡൈസ് എൻസൈമിൻ്റെ ആക്ഷൻ കൊണ്ട് എന്ത് ചെയ്യാം? ഹൈഡ്രജൻ പെറോക്സൈഡും അല്ലെങ്കിൽ സൂപ്പർ ഓക്സൈഡ് റാഡിക്കലും ഒക്കെ ഉണ്ടാവാം. ഓക്കെ, അത് ഏതൊക്കെയാണ്? സാന്തീൻ ഓക്സിഡൈസ്, NADPH ഓക്സിഡൈസിൻ്റെ ഒക്കെ പ്രസൻസിൽ അങ്ങനത്തെ ഇതാണ് ആ എൻസൈംസ് എന്ന് പറയുന്നത്. സാന്തീൻ ഓക്സിഡൈസും NADPH ഓക്സിഡൈസും, ഈ ഓക്സിഡൈസ് എൻസൈംസിൻ്റെ പ്രസൻസിൽ ഈ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കാം. പിന്നെ എന്താണ്? നമ്മുടെ മെംബ്രെയിൻ ലിപ്പിഡ് പെറോക്സിഡേഷൻ, അത് നമ്മളിനി പറയുന്നുണ്ട്. അതായത് ഇനിഷിയേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആ മെംബ്രെയിൻ ലിപ്പിഡിൽ എന്താണ്? ഒരു ഫ്രീ റാഡിക്കൽ വന്നിട്ട് ഇങ്ങനെ ചെയിൻ റിയാക്ഷൻ പോയിന്റ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ഓരോ ഇതിലും ഓരോ സ്റ്റെപ്പിലും ഇത് ഓരോ പുതിയ ഫാറ്റി ആസിഡിനെ അറ്റാക്ക് ചെയ്ത് ഫ്രീ റാഡിക്കൽസിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പം ഡ്യൂ ടു ചെയിൻ റിയാക്ഷൻസ് ഓഫ് മെംബ്രെയിൻ ലിപ്പിഡ് പെറോക്സിഡേഷൻ, ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ അവസാനം ആ ഒരു മെംബ്രെയിൻ ലിപ്പിഡ് തീരുന്നിടം വരെ ആ ഒരു പ്രോസസ്സ് ചെയിൻ റിയാക്ഷൻ പോലെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ പറയുന്നത് പെറോക്സിസമൽ ജനറേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അതായത് നമ്മുടെ പെറോക്സിസമൽ ജനറേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് സംഭവിക്കുന്നുണ്ട്. പിന്നെ പ്രോസ്റ്റാഗ്ലാൻഡ്സിൻ്റെ സിന്തസിസിൻ്റെ സമയത്ത് അല്ലേ, ഡ്യൂറിങ് ദ സിന്തസിസ് ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് പ്രൊഡക്ഷൻ ഓഫ് നൈട്രിക് ഓക്സൈഡ് ഫ്രം ആർജിൻ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഫാഗോസൈറ്റോസിസ്, അതായത് ഫാഗോസൈറ്റോസിസിൻ്റെ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നുണ്ട്. അത് നമ്മളിനി പഠിക്കും. ഓക്കെ, അത് അവിടെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയുന്നത്. ഫ്രീ റാഡിക്കൽസ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു അഡ്വാൻറ്റേജ്. കാര്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീ റാഡിക്കലിന് ഒരു ബാക്ടീരിയ സൈഡിൽ ഇഫക്റ്റ് ഉണ്ട്. അത് വന്നിട്ട് ബാക്ടീരിയനെ കില്ല് ചെയ്യും എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനതൊരു പോസിറ്റീവ് ഇഫക്റ്റിലാണ് ഫ്രീ റാഡിക്കൽ പറയുന്നത്. പക്ഷെ എന്നാലും ആ ഒരു ഫാഗോസൈറ്റോസിസിന്റെ പാർട്ടായിട്ട് ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഹീം ടു ബൈൽ പിഗ്മെന്റ്സ് അല്ലെ, ഹീമിനെ നമ്മൾ ബൈൽ പിഗ്മെന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ എന്താണ്? ഫ്രീ റാഡിക്കൽസ്. ഇതൊക്കെ വളരെ ചെറിയ എമൗണ്ടിലാണ് ഉണ്ടാവുന്നെങ്കിൽ പോലും ഇത് നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ആസ് എ റിസൾട്ട് ഓഫ് ഓട്ടോ ഓക്സിഡേഷൻ, എക്സാമ്പിൾ മെറ്റൽ അയോൺസ് ലൈക്ക് Fe2+, Cu2+, അസ്കോർബിക് ആസിഡ്, ഗ്ലൂട്ടാത്തയോൺ, ഫ്ലേവിൻ കോഎൻസൈംസ്, ഇതിൻ്റെയൊക്കെ എന്താണ്? ഓട്ടോ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ്? ഇങ്ങനെയൊക്കെ നമ്മുടെ ബോഡിയിൽ സെല്ലുലാർ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട് ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ലീക്കേജ് ഓഫ് ഇലക്ട്രോൺസ് ഡ്യൂറിങ് റെസ്പിറേറ്ററി ചെയിൻ, പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽ ബൈ ഓക്സിഡൈസ് എൻസൈം ഡ്യൂ ടു ചെയിൻ റിയാക്ഷൻ ഓഫ് ലിപ്പിഡ് പെറോക്സിഡേഷൻ, പിന്നെ പെറോക്സിസമൽ ജനറേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്, പിന്നെ സിന്തസിസ് ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ സമയത്ത്, നൈട്രിക് ഓക്സൈഡ് ഫ്രം ആർജിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്ത്, ഫാഗോസൈറ്റോസിസിൻ്റെ സമയത്ത്, ഹീമിനെ ബൈൽ പിഗ്മെന്റ്സ് ആക്കി മാറ്റുന്ന സമയത്ത്, ഓട്ടോ ഓക്സിഡേഷൻ്റെ സമയത്ത് ഒക്കെ എന്താണ്? സെല്ലുലാർ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഫ്രീ
റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു 1 to 4% ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ഇൻ ദ ബോഡി എന്തായിട്ടാണ് മാറുന്നത്, അത് ഒരു പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണ് ഫ്രീ റാഡിക്കലിൻ്റെ പ്രൊഡക്ഷനിലേക്ക് കാരണമായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഈ നമ്മൾ പറഞ്ഞ സെല്ലുലാർ മെറ്റബോളിസം ഒരു ചെറിയ പോർഷൻ ആണെങ്കിൽ മേജർ ഫാക്ടർ നമ്മുടെ എൻവയോൺമെൻറ്റൽ ഇഫക്റ്റ് ആണ് അല്ലേ. ഇപ്പം നമ്മൾ ഏജിങ്ങിൽ പോകുന്നു അല്ലേ. ഇപ്പോൾ ഒരാൾ ഒരു 40 വയസ്സുള്ള ഒരാൾ 40 വയസ്സിൻ്റെ ഒരു ഏജിങ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള ഒരു മെറ്റബോളിക് പ്രോസസ്സാണ്. അവിടെ അയാളുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യും, കാര്യം ദാറ്റ് ഈസ് നോർമൽ. പക്ഷേ എൻവയോൺമെൻറ്റലായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇഫക്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ സംഭവം, അതെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കൂടുതലായിരിക്കും, കൂടുതൽ ഇറിവേഴ്സിബിൾ ആയിരിക്കും അല്ലെ, കൂടുതൽ പെട്ടെന്ന് നമ്മുടെ ബോഡീനെ കേടാക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ആ ഫ്രീ റാഡിക്കൽസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഹെൽത്തി സെൽസിനെയൊക്കെ കൂടുതൽ അറ്റാക്ക് ചെയ്ത് ബോഡി കൂടുതൽ ഡാമേജിൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു നശിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആസ് എ റിസൾട്ട് ഓഫ് ഡ്രഗ് മെറ്റബോളിസം, അതായത് ഡ്രഗിൻ്റെയൊക്കെ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട്, ഫോർ എക്സാമ്പിൾ പാരസെറ്റമോൾ, ഹാലോതെയ്ന്, സൈറ്റോക്രോം, P450 അങ്ങനത്തെ റിലേറ്റഡ് റിയാക്ഷൻ അല്ലേ. എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴത്തേക്ക് ഉടനെ പോയി പാരസെറ്റമോൾ എടുത്തിട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുന്നവരൊക്കെ ഇത് ആലോചിക്കുക അല്ലേ. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള മെറ്റബോളിസം അല്ലെ, പാരസെറ്റമോളിൻ്റെയൊക്കെ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ അവർ ബോഡി അല്ലെ, വിച്ച് ഈസ് ഹാർംഫുൾ ഫോർ അവർ ബോഡി. പിന്നെന്താ പറയുന്നത്, അയണൈസിങ് റേഡിയേഷൻ, ഫോർ എക്സാമ്പിൾ എക്സ്റേ പോലത്തെ. ഓക്കെ, അതൊക്കെ എന്താണ് ഫ്രീ റാഡിക്കൽസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമാവും. പിന്നെ ഫോട്ടോലൈസിസ് ഓഫ് ഓക്സിജൻ ബൈ ലൈറ്റ്, അതായത് ഓക്സിജനെ നമ്മുടെ ലൈറ്റിൻ്റെ ഇത് കാരണം ഫോട്ടോലൈസിസ്, ഫോട്ടോ വന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന അങ്ങനെ ഫ്രീ റാഡിക്കൽ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ ഫോട്ടോ എക്സൈറ്റേഷൻ അല്ലെ, ഇപ്പം നമ്മളിപ്പോൾ UV ലൈറ്റ് പോലത്തേക്ക് വന്നിട്ട് എന്താണ് ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ ഫോട്ടോ എക്സൈറ്റേഷൻ കാരണമാകുന്നുണ്ട്. സിഗരറ്റ് സ്മോക്കിനകത്ത് എന്താണ് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. അപ്പം അതായത് സ്മോക്കിനകത്ത് തന്നെ ഫ്രീ റാഡിക്കൽസ് ഉള്ളത് മുഴുവൻ വലിച്ച് അകത്തോട്ടും കയറ്റും, അടുത്ത് നിൽക്കുന്ന ആളുകൾക്കും കൊടുക്കും അല്ലെ. കുറച്ച് ഫ്രീ റാഡിക്കൽ ഇയാളും എടുത്തോ, നമുക്ക് മാത്രം എന്തിനാ. അപ്പം സിഗരറ്റ് സ്മോക്ക് കണ്ടെയ്ൻ ഫ്രീ റാഡിക്കൽസ് ആൻഡ് ട്രേസ് മെറ്റൽസ് ദാറ്റ് ജനറേറ്റ് ഈ എന്താ പറഞ്ഞ റാഡിക്കൽസ്, അതിലൊക്കെ തന്നെ ചെറിയ ട്രേസ് ആയിട്ടുള്ള മെറ്റലിൻ്റെ എലമെൻറ്റും ഉണ്ടായിരിക്കും. അതും എന്താണ് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ എത്തിയിട്ട് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് അവർക്ക് മാത്രം സ്വന്തം. പിന്നെ ആൽക്കഹോൾ എന്ത് ചെയ്യുന്നു, ആൽക്കഹോളും ഫ്രീ റാഡിക്കൽസിൻ്റെ ഇതിന് കാരണവും. കാര്യം ഇതെന്താണ്, ഇവർ പ്രൊമോട്ടിങ് ലിപ്പിഡ് പെറോക്സിഡേഷൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഒരേ ഏജിലുള്ളവർ തന്നെ ഇപ്പോൾ ഈ സിഗരറ്റ് വലി അല്ലെങ്കിൽ ആൽക്കഹോളിസം അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ലീവിങ് ഉള്ള ഒരാളും ഇതൊന്നും ഇല്ലാത്ത ഒരാളും തമ്മിൽ അവരുടെ ഒരു കാഴ്ചയിലും അവരുടെ ഒരു ബോഡിയിലുള്ള ഒരു ഇതിലുമൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് ആ ഒരു ഫ്രീ റാഡിക്കലിൻ്റെ ഇഫക്റ്റാണ്. അപ്പം ഈ പറയുന്ന എല്ലാ എൻവയോൺമെൻറ്റൽ ഇഫക്ട്സ് ആണ്. എന്തൊക്കെയാണ്, ഡ്രഗിൻ്റെ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, പാരസെറ്റമോൾ ഓർത്ത് വെക്കുക. പിന്നെ ഡ്യൂ ടു ഡാമേജ് കോസ്ഡ് ബൈ അയണൈസിങ് റേഡിയേഷൻസ്, ഫോട്ടോലിസിസ് ഓഫ് ഓക്സിജൻ ബൈ ലൈറ്റ്, ഫോട്ടോ എക്സൈറ്റേഷൻ ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ്, സിഗരറ്റ് സ്മോക്കിങ്. പിന്നെ സിഗരറ്റ് സ്മോക്കിനകത്ത് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്, അതിനകത്തുള്ള മെറ്റൽസ് ഉള്ളിൽ ചെന്നിട്ട് ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൽക്കഹോളിസം വന്നിട്ട് എന്ത് ചെയ്യുന്നു, ലിപ്പിഡ് പെറോക്സിഡേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ലിപ്പിഡ് പെറോക്സിഡേഷൻ മൂലം നമ്മുടെ ബോഡിയിൽ സെല്ലാർ മെറ്റബോളിസത്തിലൂടെ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കും. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ജനറേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ് ഇൻ ദ ബോഡിക്ക് കാരണമാകുന്നതാണ് അല്ലേ. ഒന്ന് നമ്മൾ പറഞ്ഞ സെല്ലാർ മെറ്റബോളിസം, അതിനകത്ത് കുറേ ഫാക്ടേഴ്സ് പറഞ്ഞു. 2 എൻവയോൺമെൻറ്റൽ എഫക്ട്സ്, അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ലിപ്പിഡ് പെറോക്സിഡേഷൻ അല്ലേ. അപ്പം നമ്മൾ നേരത്തെയും പറഞ്ഞു ലിപ്പിഡ് പെറോക്സിഡേഷൻ വഴി നമ്മുടെ സെല്ലുലാർ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലൊക്കെ ആൽക്കഹോളിസം വന്നിട്ട് അല്ലേ, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ ആൽക്കഹോളിസം വന്നിട്ട് ഈ ലിപ്പിഡ് പെറോക്സിഡേഷനെ എന്ത് ചെയ്യുന്നു, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് വിടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ലിപ്പിഡ് പെറോക്സിഡേഷൻ നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ചെയിൻ റിയാക്ഷൻ പോലെ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീ റാഡിക്കൽ ഇൻഡ്യൂസ്ഡ് പെറോക്സിഡേഷൻ ഓഫ് മെംബ്രൈൻ ലിപ്പിഡ്സ് ഒക്കർ ഇൻ 3 സ്റ്റേജസ്. പ്രധാനമായിട്ടും 3 സ്റ്റേജിലാണ് ലിപ്പിഡ് പെറോക്സിഡേഷൻ നടക്കുന്നത്. ഓക്കെ, പെറോക്സിഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, 2 ഓക്സിജനാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, 2 ഓക്സിജൻ ആറ്റംസ് ആണ് വന്നിട്ട് ആ ഒരു പെറോക്സിഡേഷൻ നടക്കുന്നത്. അത് ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇത് 3 സ്റ്റേജസിലാണ് നടക്കുന്നത്. 1 ഇനിസിയേഷൻ, 2 പ്രൊപ്പഗേഷൻ,
3 ടെർമിനേഷൻ. ഇനിസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? എന്തുമായാലും നമുക്കൊരു സ്റ്റാർട്ട് വേണം അല്ലേ? സ്റ്റാർട്ടിംഗ് ആണ് ആ ഒരു ഇനിസിയേഷൻ എന്ന് പറയുന്നത്, ഒരു ഫസ്റ്റ് ട്രിഗർ പോയിന്റ്. അത് കഴിഞ്ഞ് പിന്നെ എന്താണ്? ഒന്ന് ട്രിഗർ ചെയ്ത് കൊടുത്താൽ അത് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് അങ്ങ് പോകും. പ്രൊപ്പഗേറ്റ് ചെയ്ത് അങ്ങ് പോയാൽ പറ്റുമോ? പറ്റില്ല. പിന്നെന്താണ്? അതിനൊരു എൻഡ് വേണം. അതാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിസിയേഷനിൽ എന്താണെന്ന് നോക്കാം, പ്രൊപ്പഗേഷനിൽ എന്താണെന്ന് നോക്കാം, ടെർമിനേഷനിലും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇനിസിയേഷൻ ഫേസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. വലിയ കാര്യമൊന്നുമില്ല, സിമ്പിളാണ്. എന്നാലും ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിഡ് പെറോക്സിഡേഷൻ ആണ് പറഞ്ഞല്ലേ. അപ്പോൾ സെൽ മെംബ്രെയിനുള്ള ലിപ്പിഡ്സ്, ഈ സെൽ മെംബ്രെയിൻ ലിപ്പിഡ്സ് എന്താണ്? നമ്മുടെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് LH ആണെന്ന് വെക്കുക. ഓക്കെ, LH വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇവിടെ എന്താണ്? ഒരു ഹൈഡ്രോക്സിൽ റാഡിക്കൽ. ഇതാണ് നമ്മുടെ ഹൈഡ്രോക്സിൽ റാഡിക്കൽ എന്ന് പറയുന്നത് കേട്ടോ. ഹൈഡ്രോക്സിൽ റാഡിക്കൽ ആക്ച്വലി ഇത് OH ഇങ്ങനെ. ഓക്കെ, ഹൈഡ്രോക്സിൽ റാഡിക്കൽ. ഓക്കെ, ഈ ഹൈഡ്രോക്സിൽ റാഡിക്കൽ ഈ LH വന്നിട്ട് ഇവിടെ ഇനിസിയേഷൻ തുടങ്ങുവാണ്, ഫസ്റ്റ് സ്റ്റാർട്ട് തുടങ്ങുവാണ്. അപ്പം ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ ഉണ്ട്. ഏത്? നമ്മുടെ ഹൈഡ്രോക്സൈൽ റാഡിക്കൽ ഉണ്ട്, OH മൈനസ്. ഓക്കെ, ഇത് വന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫാറ്റി ആസിഡ് LH റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഈ OH H ചേർന്ന് 2 Hഉം 1 Oയും, അതായത് H2 ആയിട്ട് മാറും, വിച്ച് ഈസ് വാട്ടർ. അപ്പം എന്ത് സംഭവിക്കും? ഇവിടെ L, അതായത് ഇവിടെ ഒരു ഫാറ്റി ആസിഡ് റാഡിക്കൽ ഉണ്ടാവും. ഇതൊരു ഫാറ്റി ആസിഡ് ഫ്രീ റാഡിക്കൽ. കാര്യം ഇതിൻ്റെ ഒരെണ്ണത്തിനെ പെയർ ചെയ്ത സാധനത്തിനെയാണ് നമ്മുടെ ഹൈഡ്രോക്സിൽ റാഡിക്കൽ എടുത്തുകൊണ്ട് പോയി വാട്ടർ മോളിക്യൂളായിട്ട് അങ്ങ് മാറിയത്. അപ്പോൾ ഇതിന് പെയർ ചെയ്യാനുണ്ടോ? ഇല്ല, ഇത് അൺപെയർഡായി പോയി, റിയാക്റ്റീവായി. ഓക്കെ, അതെന്തായിട്ട് മാറി? L ആ ഒരു റാഡിക്കലായിട്ട് മാറി. ഓക്കെ, അല്ലെങ്കിൽ എന്തായിട്ട് മാറി? ഒരു പെറോക്സി റാഡിക്കലായിട്ട് മാറി, ലിപ്പിഡ് പെറോക്സി റാഡിക്കലായിട്ട് മാറി. ഇനി അടുത്താണ് പ്രൊപ്പഗേഷൻ ഫേസ്. ഓക്കെ, അപ്പം നമ്മുടെ LH ഇനിയും ഉണ്ട് അല്ലേ? LH ഇങ്ങനെ എന്താ നമ്മുടെ ലിപ്പിഡിൻ്റെ മെംബ്രെയിൻ ലിപ്പിഡിൽ LH എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ചെയിൻ പോലെ പോയേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു L- ഫോം ചെയ്തു. ഇനി എന്ത് സംഭവിക്കുന്നു? എയ്റോബിക് കണ്ടീഷൻസിൽ നമ്മൾ പറഞ്ഞു ഓക്സിജൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. അപ്പോൾ എയ്റോബിക് കണ്ടീഷൻസിൽ ഈ ഫാറ്റി ആസിഡ് റാഡിക്കൽ ഉണ്ടല്ലോ, അതായത് നമ്മുടെ H നഷ്ടപ്പെട്ട് ഫാറ്റി ആസിഡ് റാഡിക്കലായിട്ട് മാറിയ ഇത് എന്ത് ചെയ്യുന്നു? ഓക്സിജനെ എടുക്കുന്നു. കാര്യം എയ്റോബിക് കണ്ടീഷൻസിലാണ് നടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതൊരു പെറോക്സി റാഡിക്കലായിട്ട് മാറും. അതായത് നമ്മുടെ ഈ അതായത് നമ്മുടെ എന്താണ് ഫാറ്റി ആസിഡ് റാഡിക്കൽ ഇവിടെ ഫോം ചെയ്തത് എയ്റോബിക് കണ്ടീഷൻസിൽ ഓക്സിജനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പെറോക്സി റാഡിക്കലായിട്ട് മാറും. അത് പെറോക്സി എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ വരുന്നതാണ് അല്ലേ? ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ വരുന്നതാണ്. അപ്പോൾ 2 ഓക്സിജൻ വരുന്ന ഒരു പെറോക്സി റാഡിക്കലായിട്ട് മാറും. ഈ പെറോക്സി റാഡിക്കൽ വെറുതെ ഇരിക്കൂ, അതൊരു റാഡിക്കലാണ് അല്ലേ? അതായത് ഒരു ഓക്സിജൻ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആണ്, റിയാക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? ഇത് ഇവിടെ വീണ്ടും വന്നിട്ട് നമ്മുടെ LHൻ്റെ അടുത്തോട്ട് വരും. LHൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഈ LO റാഡിക്കൽ വരും. വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് നമ്മുടെ ഒരു ലിപ്പിഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യും. അതായത് LOOH, അതായത് ഇതല്ലേ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ എടുത്തിട്ട് വീണ്ടും അതായത് ഒരു ലിപ്പിഡ് പെറോക്സൈഡിനെ അല്ലെങ്കിൽ ഒരു ഫാറ്റി ആസിഡ് റാഡിക്കലിനെ അവിടെ ഇതാക്കും. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞ പെറോക്സി റാഡിക്കൽ അല്ലേ? ഫാറ്റി ആസിഡ് റാഡിക്കലിനെ അവിടെ ലീവ് ചെയ്യും. ഈ ഫാറ്റി ആസിഡ് റാഡിക്കൽ വീണ്ടും എന്ത് ചെയ്യും? എയറോബിക് കണ്ടീഷൻസിൽ ഓക്സിജനെ എടുത്തിട്ട് പെറോക്സി റാഡിക്കലായിട്ട് മാറും. വീണ്ടും അതുപോലെ ഫാറ്റി ആസിഡുള്ള LH റിയാക്ട് ചെയ്തിട്ട് ഒരു LOOH, അതായത് ഒരു ലിപ്പിഡ് പെറോക്സൈഡും ഹൈഡ്രോ പെറോക്സൈഡ് ഫോം ചെയ്യും. വീണ്ടും ഒരു ഫാറ്റി ആസിഡ് റാഡിക്കൽ ഫോം ചെയ്യും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും, വിച്ച് ഈസ് ഇൻ ദ പ്രൊപ്പഗേഷൻ ഫേസ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഫസ്റ്റ് നമ്മളൊരു ഹൈഡ്രോക്സിൽ റാഡിക്കൽ വരും, അതാണ് OH എന്ന് പറയുന്നത്. ഫാറ്റി ആസിഡ് നമ്മുടെ മെംബ്രെയിൻ ലിപ്പിഡിലുള്ള ആ ഒരു ഫാറ്റി ആസിഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് LH എന്ന്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ആ ഒരു ലിപ്പിഡ് പാർട്ട് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ലിപ്പിഡ് പാർട്ടുള്ള ഹൈഡ്രജനുമായിട്ട് നമ്മുടെ ഈ OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ബൈൻഡ് ചെയ്തിട്ട് അത് വാട്ടറായിട്ട് മാറും. ഇതിനെ എന്തായിട്ട് മാറും? ഇതിനെ ഒരു ഫാറ്റി ആസിഡ് റാഡിക്കലായിട്ട് മാറും. ഇത് ലിപ്പിഡ് ആണല്ലോ, അപ്പോൾ അതൊരു ഫാറ്റി ആസിഡ് റാഡിക്കലായിട്ട് മാറും. ഓക്കെ, ഈ ഫാറ്റി ആസിഡ് റാഡിക്കൽ എന്താണ്? ഈ L. ഓക്കെ, ഈ ഫാറ്റി ആസിഡ് റാഡിക്കൽ ഓക്സിജൻ, അതായത് എയറോബിക് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഓക്സിജൻ്റെ പ്രസൻസിൽ 2 ഓക്സിജൻ എടുത്തിട്ട് എന്തായിട്ട് മാറും? അതൊരു പെറോക്സി റാഡിക്കലായിട്ട് മാറും അല്ലേ? അതായത് ഒരു ഫാറ്റി ആസിഡ് പെറോക്സി റാഡിക്കലായിട്ട് മാറും. ഈ
പെറോക്സി റാഡിക്കൽ എന്ത് ചെയ്യും, വീണ്ടും പോയിട്ട് നമ്മുടെ ആ ഒരു ഫാറ്റി ആസിഡ് ചെയിനിലുള്ള അടുത്ത മോളിക്യൂളിനെ അഫക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ലിപ്പിഡ് ഹൈഡ്രോ പെറോക്സൈഡും ഉണ്ടാകും, വീണ്ടും ഒരു ഫാറ്റി ആസിഡ് റാഡിക്കലും ഉണ്ടാകും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അതാണ് പ്രൊപ്പഗേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇനി ഇതിനൊരു ടെർമിനേഷൻ ഫേസ് ഉണ്ട്. ഓക്കെ, ടെർമിനേഷൻ ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്, ഇത് നമ്മുടെ ആ അവൈലബിൾ ആയിട്ടുള്ള ഫാറ്റി ആസിഡിനെ ഫുള്ള് ഓക്സിഡൈസ് ചെയ്ത് പോകുന്നിടം വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ എന്ത് വേണം, അവിടെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ചെല്ലണം. ആൻറ്റി ഓക്സിഡൻറ്റ് എന്നിട്ട് പറയണം, ഇനി നിർത്ത്, നമ്മുടെ ഈ ലിപ്പിഡിനെ ഇനി നശിപ്പിക്കണ്ട, നിനക്ക് വേണ്ടി ഇലക്ട്രോൺ ഞാൻ തരാമെന്ന് പറഞ്ഞ് ആൻറ്റി ഓക്സിഡൻറ്റ് ഈ ഒരു ആക്ഷനെ ന്യൂട്രലൈസ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ടെർമിനേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ലിപ്പിഡ് പെറോക്സിഡേഷൻ വഴി ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ലിപ്പിഡ് പെറോക്സിഡേഷൻ വഴി ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ മോളിക്കുലാർ ലെവലിൽ അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിൽ അല്ലെങ്കിൽ ലിവിങ് ബോഡീസിൽ ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു മെക്കാനിസമാണ്. ഓക്കെ, അപ്പം ഈ നമ്മുടെ മെംബ്രെയിൻ ലിപ്പിഡ്സിന് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു ഫ്രീ റാഡിക്കൽ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഒരു ചെയിൻ റിയാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ളതാണ് 3 സ്റ്റെപ്പ്. നമ്മുടെ ഇനിസിയേഷൻ ഉണ്ട്, പ്രൊപ്പഗേഷൻ ഉണ്ട്, ടെർമിനേഷൻ ഉണ്ട്. ഇനിസിയേഷൻ ഫേസിൽ എന്താണ് നമ്മുടെ, അതായത് ലിപ്പിഡ് ഫാറ്റി ആസിഡ് ആണ് അല്ലേ, അതായത് ഫാറ്റി ആസിഡ് ആണ്, അതാണ് ലിപ്പിഡ് LH എന്ന് കൊടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ് വന്നിട്ട് ആ H-നെ അങ്ങ് എടുത്തുകൊണ്ട് പോവുകയും വാട്ടർ മോളിക്യൂളായിട്ട് മാറുകയും ഒരു ഫാറ്റി ആസിഡ് റാഡിക്കലായിട്ട് മാറുകയും ചെയ്യും. ഈ ഫാറ്റി ആസിഡ് റാഡിക്കൽ എന്താണ്, റിയാക്റ്റീവ് ആണ്. അത് എയറോബിക് കണ്ടീഷൻസിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറുന്നു, അതൊരു നമ്മുടെ ഹൈഡ്രോ പെറോക്സൈഡായിട്ട് മാറും. അതായത് ഒരു പെറോക്സി റാഡിക്കലായിട്ട് മാറും. ഈ പെറോക്സി റാഡിക്കൽ എഗെയിൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു ഫാറ്റി ആസിഡ് മോളിക്യൂളിനെ അറ്റാച്ച് ചെയ്തിട്ട് ഈ യെല്ലോ എന്നുള്ള ആ ഒരു പെറോക്സി റാഡിക്കൽ അതിൽ നിന്നൊരു H-നെ എടുക്കുകയും അതെന്തായിട്ട് മാറുന്നു, ഒരു ലിപ്പിഡ് ഹൈഡ്രോ പെറോക്സൈഡായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ എഗെയിൻ അവിടെ എന്താണ്, അവിടെ ഒരു ഫാറ്റി ആസിഡ് റാഡിക്കൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് എഗെയിൻ എന്തായിട്ട് മാറും, ഒരു പെറോക്സി റാഡിക്കലായിട്ട് മാറും. അതായത് ഫാറ്റി ആസിഡ് റാഡിക്കൽ പെറോക്സി റാഡിക്കലായിട്ട് മാറും. അത് പിന്നീട് നമ്മുടെ ഫാറ്റി ആസിഡ്സിനെ അറ്റാക്ക് ചെയ്തിട്ട് ലിപ്പിഡ് ഹൈഡ്രോ പെറോക്സൈഡായിട്ട് മാറും. അതിങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്ത് പോകും ടിൽ ആ ഒരു ഫാറ്റി ആസിഡ് കംപ്ലീറ്റ്ലി തീരുന്നിടം വരെ, ഓക്സിഡൈസ് ചെയ്ത് തീരുന്നിടം വരെ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് അവിടെ പ്രസൻ്റ് ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു എൻഡ് ടേമിൽ എന്ന് പറയുന്നത്, ടെർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മാലോൺ ഡൈ ആൽഡിഹൈഡ് ആസ് എ മാർക്കർ ഫോർ ലിപ്പിഡ് പെറോക്സിഡേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ലിപ്പിഡ് പെറോക്സിഡേഷൻ നടക്കുന്ന സമയത്ത് കുറേ പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലിപ്പിഡ് പെറോക്സിഡേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പല സാധനങ്ങൾ, അതായത് കാർബണൈൽസ്, എസ്റ്റേഴ്സ്, ആൽക്കെയിൻസ്, ആൽക്കീൻസ്, 2-ആൽക്കിനാൽ, 2,4 ആൽക്ക ഡൈ ഈനാൽ, MDA. ഓക്കെ, ഈ MDA ആണ് മാലോൺ ഡൈ ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഇത്രയും പറയുന്ന കൂട്ടത്തിൽ, അതായത് ഏറ്റവും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മാലോൺ ഡൈ ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് അതിൻ്റെ ഒരു കെമിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, CH2CH2CHO എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ബയോകെമിക്കൽ മാർക്കർ ഫോർ ദ അസസ്മെൻറ്റ് ഓഫ് ലിപ്പിഡ് പെറോക്സിഡേഷൻ. അതായത് ലിപ്പിഡ് പെറോക്സിഡേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന സാധനങ്ങൾ. അതായത് എസ്റ്റേഴ്സ് മുതൽ ഈ MDA, അതായത് മാലോൺ ഡൈ ആൽഡിഹൈഡ് വരെയുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ലിപ്പിഡ് പെറോക്സിഡേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അതിൻ്റെ പ്രൊഡക്ട്സ് ആണ്. അപ്പം നമുക്കറിയാൻ പറ്റും ആ ഉണ്ടാവുന്നതിൽ MDA അല്ലെങ്കിൽ ഈ മാലോൺ ഡൈ ആൽഡിഹൈഡിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിനെ നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത്രത്തോളം ലിപ്പിഡ് പെറോക്സിഡേഷൻ അവിടെ നടക്കുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ആ ഒരു അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സംഭവം ഏതാണ്, മാലോൺ ഡൈ ആൽഡിഹൈഡ് ആണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഒരു ബാർബിച്ചൂറിക് ആസിഡ്, അതായത് ഒരു തയോ ബാർബിച്ചൂറിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഒരു റിയേജൻറ്റ് പോലെ. അപ്പം ഈ തയോ ബാർബിച്ചൂറിക് ആസിഡ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രധാനമായിട്ട് MD, അതായത് മാലോൺ ഡൈ ആൽഡിഹൈഡും അതുപോലെ തന്നെ ബാക്കി ആൽഡിഹൈഡ്സും നമ്മുടെ തയോ ബാർബിച്ചൂറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കുറച്ച് കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അതിൻ്റെ പേരാണ് തയോ ബാർബിച്ചൂറിക് ആസിഡ് റിയാക്റ്റീവ് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ TBARS എന്ന് പറയും. ഓക്കെ, ഇത് റെഡ് കളേർഡ് പ്രോഡക്ട്സ് ആണ്. അപ്പം ലിപ്പിഡ് പെറോക്സിഡേഷൻ്റെ ഭാഗമായിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ആൽഡിഹൈഡ് മുതൽ നമ്മുടെ മാലോൺ ഡൈ ആൽഡിഹൈഡ് വരെ ഉണ്ട്. ഇതിന് മാലോൺ ഡൈ ആൽഡിഹൈഡിൻ്റെ എമൗണ്ട് അസസ് ചെയ്യുന്നത് വഴി ലിപ്പിഡ് പെറോക്സിഡേഷൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു തയോ ബാർബിച്ചൂറിക് ആസിഡുമായിട്ട് ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ MDAയും ബാക്കി ആൽഡിഹൈഡ്സും റിയാക്ട് ചെയ്തിട്ട് ഒരു റെഡ് കളേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ TBARS അല്ലെങ്കിൽ തയോ ബാർബിച്ചൂറിക് ആസിഡ് റിയാക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഉണ്ടാവുന്ന ആ പ്രോഡക്റ്റിൻ്റെ കളറ്, ഓക്കെ, ഇൻറ്റൻസിറ്റി ഓഫ് കളർ നമുക്കൊരു കലോറിമീറ്റർ വെച്ചിട്ട്
ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കളറിമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കളറിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട് എത്രത്തോളം ലിപ്പിഡ് പെറോക്സിഡേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം എസ്റ്റിമേഷൻ ഓഫ് സീറം MDI ഈസ് ഓഫൺ യൂസ്ഡ് ടു അസസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഒരു ഈ ആൻറ്റി ഓക്സിഡൻസിൻ്റെയും ഫ്രീ റാഡിക്കൽസിൻ്റെയും തമ്മിലുള്ള ഒരു ബാലൻസ് ഉണ്ട്. ആ ഒരു ബാലൻസിന് ഒരു ഡിസ്റപ്ഷൻ വരുന്നതിനെയാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്ന ഡാമേജ്. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഈ MDA, അതായത് സീറം MDA അസസ് ചെയ്യുന്നത്. സീറം MDനെ നമുക്ക് MDN അല്ലെങ്കിൽ മാലോൺ ഡൈ ആൽഡിഹൈഡിനെ നമുക്ക് എങ്ങനെ അസസ് ചെയ്യാനായിട്ട് പറ്റും? അത് നമുക്ക് തയോ ബാർബിറ്റൂറിക് ആസിഡ് വഴി ട്രീറ്റ് ചെയ്യും. അതൊരു റിയേജൻറ്റ് പോലെ യൂസ് ചെയ്യുന്നതാണ്. അത് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഡ് കളറുടെ പ്രോഡക്റ്റ് ഉണ്ടാവും. ഈ റെഡ് കളറിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കൊരു കലോറിമീറ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഇൻറ്റൻസിറ്റിയിലുണ്ട് എന്നതിനെ അനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയിലുള്ള ലിപ്പിഡ് പെറോക്സിഡേഷൻ്റെ അളവ് അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ ഡാമേജിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് ഫ്രീ റാഡിക്കൽസിൻ്റെ ഹാർംഫുൾ ഇഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്ക് പ്രധാനമായിട്ടും ഫ്രീ റാഡിക്കൽസ് 3 രീതിയിൽ, അതായത് നമ്മുടെ ബോഡിയിലുള്ള പ്രധാനപ്പെട്ട 3 സാധനങ്ങളെ ഫ്രീ റാഡിക്കൽസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻസിനെയും കാർബോഹൈഡ്രേറ്റ്സിനെയും ലിപ്പിഡ്സിനെയും ന്യൂക്ലിക് ആസിഡ്സിനെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഫ്രീ റാഡിക്കൽസ് നമ്മൾ പറഞ്ഞു, കാര്യം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്റ്റീവ് മോളിക്യൂൾസ് ആണ്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഹൈലി റിയാക്റ്റീവായിട്ട് നിൽക്കുകയാണ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആയിട്ട് അവർ റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. ഓക്കെ, ഫ്രീ റാഡിക്കൽസ് എങ്ങനെ പ്രോട്ടീൻസിനെ എഫക്ട് ചെയ്യും? അപ്പോൾ ഫ്രീ റാഡിക്കൽസ് വന്നിട്ട് ഓക്സിഡേഷൻ ഓഫ് സൾഫ് ഹൈഡ്രൈൽ ഗ്രൂപ്പ്സ്, അതായത് നമ്മുടെ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ഉണ്ടല്ലോ, ഇപ്പം സിസ്റ്റീൻ, മെത്തിയോണൈൻ പോലത്തേക്ക് അതിൻ്റെയൊക്കെ സൾഫ് ഹൈഡ്രൈൽ ഗ്രൂപ്പ്സിനെ അറ്റാക്ക് ചെയ്യാം. അതുപോലെ തന്നെ വേറെ ചില അമിനോ ആസിഡ്സ് ലൈക്ക് ഈ ഹിസ്റ്റഡിൻ, ട്രിപ്റ്റോഫാൻ, അങ്ങനത്തെയൊക്കെ ടൈറോസിൻ, അങ്ങനത്തെയൊക്കെ അമിനോ ആസിഡ്സിനെയൊക്കെ മോഡിഫൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ റാഡിക്കൽ ഇഫക്റ്റ് കാണിക്കുന്ന ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രോട്ടീൻസിനെയൊക്കെ ഫ്രാഗ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്യാൻ പറ്റും, ക്രോസ് ലിങ്കിങ് ഉണ്ടാക്കാനായിട്ട് പറ്റും, അഗ്രിഗേഷൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ പ്രോട്ടീൻസിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ജനറൽ സ്ട്രക്ചറിനെ ഡിസ്റപ്റ്റ് ചെയ്യാനായിട്ട് ഏതിന് പറ്റും? നമ്മുടെ ഈ പറഞ്ഞ ഫ്രീ റാഡിക്കൽസിന് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ പ്രോട്ടീൻസിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ എന്താ പറയുന്നത്? അപ്പം ഇങ്ങനെ ഈ പറഞ്ഞൊക്കെ ഈ അതിൻ്റെ ഡീനേച്ചറേഷൻ അല്ലെങ്കിൽ ക്രോസ് ലിങ്കിങ്ങും അഗ്രിഗേഷനും ഒക്കെ നടത്തുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ആ പ്രോട്ടീൻ്റെ നോർമലായിട്ടുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത വന്നിട്ട് ലിപ്പിഡ്സിനെ എങ്ങനെ ആക്ട് ചെയ്യുന്നു? ഓക്കെ, ലിപ്പിഡ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, അതായത് നമ്മുടെ മെംബ്രെയിൻസിലുള്ള ലിപ്പിഡ്സിലൊക്കെ ലിപ്പിഡ് പെറോക്സിഡേഷനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലിപ്പിഡ്സ് ആണ് ഏറ്റവും ഹൈലി സസെപ്റ്റബിൾ ടു ഡാമേജ് ബൈ ഫ്രീ റാഡിക്കൽസ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലിപ്പിഡ് പെറോക്സിഡേഷൻ്റെ ആ ഒരു മെക്കാനിസം തന്നെ നമ്മൾ ഇനിസിയേഷനും പ്രൊപ്പഗേഷനും ടെർമിനേഷനും ഒക്കെ വരുന്ന ആ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പഠിച്ചത് അതുകൊണ്ടാണ്. കാര്യം ലിപ്പിഡ്സ് ആണ് ഏറ്റവും സസെപ്റ്റബിൾ ടു ഡാമേജ് ബൈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത വന്നിട്ട് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ ഓക്സിഡേഷൻ ഓഫ് മോണോസാക്രൈഡ്സ് കണക്ക്, അതായത് ഗ്ലൂക്കോസ് പോലത്തെയൊക്കെ. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നത്? ഹൈഡ്രോജൻ പെറോക്സൈഡ്, ഓക്സോ ആൽഡിഹൈഡൊക്കെ ഫോം ചെയ്യും. അതുപോലെ എന്താണ്? ലിങ്കേജ് ഓഫ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസുമായിട്ട് ലിങ്കേജ് ചെയ്തിട്ട് ഗ്ലൈക്കേഷൻ ഒക്കെ നടക്കും. അപ്പോൾ അത് കാരണം പിന്നീട് എന്ത് ചെയ്യുന്നു? സസെപ്റ്റബിലിറ്റി ഓഫ് പ്രോട്ടീൻസ് ടു അറ്റാക്ക് ബൈ ഫ്രീ റാഡിക്കൽസ്. അപ്പം ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് വന്ന് പ്രോട്ടീൻസുമായിട്ട് ലിങ്ക് കഴിഞ്ഞാൽ ഗ്ലൈക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഗ്ലൈക്കേഷൻ നടന്നു കഴിഞ്ഞാൽ ആ പ്രോട്ടീൻസിന് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ റാഡിക്കൽസിനെ അറ്റാക്ക് ചെയ്യാൻ അത് പ്രോണായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനെയും ഇത് അഫക്റ്റ് ചെയ്യും അല്ലേ, അതായത് മോണോസാക്രൈഡ്സിനെ ഓക്സിഡേഷൻ ചെയ്തിട്ട് ഹൈഡ്രോജൻ പെറോക്സൈഡും ഓക്സോ ആൽഡിഹൈഡുമായിട്ടൊക്കെ മാറ്റും. ഓക്കെ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീനുമായിട്ടുള്ള ലിങ്കേജ്, അതായത് ഗ്ലൈക്കേഷനൊക്കെ നടക്കുന്ന കേസിൽ ആ പ്രോട്ടീൻസ് മോർ സസെപ്റ്റബിൾ ടു അഫക്റ്റഡ് ബൈ ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ അറ്റാക്ഡ് ബൈ ഫ്രീ റാഡിക്കൽസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത വന്നിട്ട് എന്താണ്? ന്യൂക്ലിക് ആസിഡ്സ് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് അറിയാം അല്ലെ, ന്യൂക്ലിക് ആസിഡ്സ് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ DNA സ്ട്രക്ചറിനെ വരെ, DNA സ്ട്രാൻഡിനെ വരെ അത് ബ്രേക്ക് ചെയ്യും. ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെ, നമ്മുടെ ബേസ് ഒക്കെ ഉണ്ടല്ലോ, ബേസ് പേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഗ്വാനിൻ, അഡിനോസിൻ, സൈറ്റോസിൻ എന്നൊക്കെ പറയുന്ന അതിനെയൊക്കെ എന്തെങ്കിലും ഫ്രാഗ്മെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിയോക്സി റൈബോസിനെ ബ്രേക്ക് ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സൈറ്റോടോക്സിസിറ്റി, മ്യൂട്ടേഷൻ വരെ ഉള്ള കാര്യങ്ങൾ ഫ്രീ റാഡിക്കൽസ് വഴി ഉണ്ടാക്കാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം എന്താ പറയുക സിവിയർ ആയിട്ടുള്ള ഇഫക്റ്റാണ് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത് അല്ലേ. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ബോഡി ഒരു അധോലോകമായി മാറുകയാണ്. ഓക്കെ, അപ്പം ന്യൂക്ലിക് ആസിഡ്സ് വന്നിട്ട് എന്താണ്? ഫ്രീ റാഡിക്കൽസ് വന്നിട്ട് DNA സ്റ്റാൻഡിനെ ബ്രേക്ക് ചെയ്യും. ഫ്രാഗ്മെന്റേഷൻ ഓഫ് ബേസസ് ആൻഡ് ഡിയോക്സി റൈബോസ്. സച്ച് ഡാമേജസ് മേ ബി അസോസിയേറ്റഡ് വിത്ത് സൈറ്റോടോക്സിസിറ്റി ആൻഡ്
മ്യൂട്ടേഷൻ. ഓക്കെ, അപ്പം ഫ്രീ റാഡിക്കൽസിൻ്റെ ഇഫക്റ്റ് ഓൺ നമ്മുടെ ബോഡിയിലുള്ള ഇതിനെയാണ് പറഞ്ഞത്. ഫസ്റ്റ് പ്രോട്ടീൻസിൽ പറയുമ്പോഴത്തേക്ക് സൾഫൈഡ്രൈഡ് ഗ്രൂപ്പ്സ്, അതായത് മെത്തിയോൺ, സിസ്റ്റോണിൻ പോലത്തേനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ അല്ലെങ്കിൽ ടൈറോസിൻ പോലത്തേക്ക് അമിനോ ആസിഡ്സിനെ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രോട്ടീൻസിനെ അവർ ക്രോസ് ലിങ്കിങ് അല്ലെങ്കിൽ എന്താ പറയുക അഗ്രിഗേഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് കാരണം പ്രോട്ടീൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് വന്ന് മോണോസാക്രൈഡ്സിലൊക്കെ അത് എഫക്റ്റ് ചെയ്തിട്ട് ഓക്സോ ആൽഡിഹൈഡ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലൈക്കേഷൻ നടക്കുന്ന കേസിൽ പ്രോട്ടീൻസ് കൂടുതൽ പ്രോൺ ടു ബി അറ്റാക്ഡ് ബൈ ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മാറും. പിന്നെ ലിപ്പിഡ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഫ്രീ റാഡിക്കൽസിനെ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു കാര്യം ഈ ലിപ്പിഡ്സ് ആണെന്ന് പറയാം. ഓക്കെ, അതാണ് നമ്മൾ ലിപ്പിഡ് പെറോക്സിഡേഷനിലൊക്കെ പറഞ്ഞത്. പിന്നെ ന്യൂക്ലിക് ആസിഡ്സിൽ വരുമ്പോഴത്തേക്ക് എന്താണ്, DNA സ്ട്രാൻഡിനെ ബ്രേക്ക് ചെയ്യും, ഫ്രാഗ്മെന്റേഷൻ ഓഫ് ബേസസ് ഉണ്ടായിരിക്കും, ഡിയോക്സി റൈബോസിൻ്റെ ഫ്രാഗ്മെന്റേഷൻ നടക്കും. അത് കാരണം സൈറ്റോടോക്സിസിറ്റിയും മ്യൂട്ടേഷനും ഒക്കെ വരെ സംഭവിക്കാം അല്ലേ. അപ്പോൾ കൊടും ഭീകരന്മാരാണ് നമ്മുടെ ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നവർ. അടുത്തത് ഫ്രീ റാഡിക്കൽസും ഡിസീസസും. ഓക്കെ, ഫ്രീ റാഡിക്കൽസ് ഏതൊക്കെ ടൈപ്സ് ഓഫ് ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പം ഇത് നമ്മൾ കുറച്ച് പേരെ നമ്മൾ എന്താ പറയുന്ന ന്യൂസിലും അല്ലെങ്കിൽ വാർത്തകളിലും മാഗസീനിലും പത്രങ്ങളിലും ഒക്കെ നമ്മൾ പലപ്പോഴായിട്ട് വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ഫ്രീ റാഡിക്കൽസ് നമ്മൾ പറഞ്ഞോണൊക്കെ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ, ബയോമോളിക്യൂൾസിനൊക്കെ അത് മോശമായിട്ട് ബാധിക്കും. ബയോമോളിക്യൂൾസിനെ ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് സെൽസിനെയും ടിഷ്യൂസിനെയും കൂടിയാണ് ബാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസാണ് അല്ലേ, അല്ലെങ്കിൽ കൊറോണറി ഹാർട്ട് ഡിസീസാണ്. അപ്പം ഇവിടെ നമ്മുടെ LDL ഉണ്ടല്ലോ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ഇതിൻ്റെ ഓക്സിഡേഷൻ നടന്നിട്ട്, അതായത് നമ്മുടെ ഫ്രീ റാഡിക്കൽസിൻ്റെ ഇഫക്റ്റ് മൂലം ഇതിൻ്റെ ഓക്സിഡേഷൻ നടക്കുകയും ഈ LDL വന്നിട്ട് നമ്മുടെ അത്തീറോസ്ക്ലീറോസ്, അതായത് നമ്മുടെ ഈ ബ്ലഡ് വെസൽസിലൊക്കെ ആ ഒരു പ്ലേഗ് ഡെപ്പോസിറ്റ് ചെയ്തില്ലേ, അത്തീറോ പ്ലേഗ്, ആ പ്ലേഗ്സിൻ്റെ ഡെപ്പോസിഷനും അതുവഴി കൊറോണറി ഹാർട്ട് ഡിസീസിനും കാരണം അല്ലേ. പ്ലേഗ് ഡെപ്പോസിഷൻ കൂടുമ്പോഴത്തേക്ക് ലൂമൻ കുറയും, ലൂമൻ്റെ വലിപ്പം കുറയുമ്പോഴത്തേക്ക് ബ്ലഡിൻ്റെ ഫ്ലോയും അതിൻ്റെ ആ ഒരു പ്രഷറും കൂടും അല്ലേ, BP കൂടും. അപ്പോഴത്തേക്ക് നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലത്തെ കംപ്ലയിൻസ് വരും അല്ലേ. പിന്നെ ആർട്ടറീസിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെടും. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്, കാർഡിയോ അല്ലെങ്കിൽ കൊറോണറി ഹാർട്ട് ഡിസീസിന് കാരണമാകുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ്റെ ഓക്സിഡേഷൻ നടന്നിട്ട്, അതായത് ഓക്സിഡേഷൻ നടക്കുന്നത് ആര് മുഖേനയാണ്, ഫ്രീ റാഡിക്കൽസ് വന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഈ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ഓക്സിഡൈസ്ഡ് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് വന്നിട്ട് എന്തിന് കാരണമാകുന്നു, അത്തീറോസ്ക്ലീറോസിസിനും അതിലൊക്കെ കൊറോണറി ഹാർട്ട് ഡിസീസിനും കാരണമാകുന്നു. പിന്നെ അടുത്ത എന്താണ്, ക്യാൻസർ അല്ലേ. ഇപ്പം അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഉണ്ടാകുന്ന ഓരോ വർഷം കഴിയുന്നതോറും ക്യാൻസറിൻ്റെ നമ്പർ കൂടി വരികയാണ്. ക്യാൻസർ പേഷ്യൻസിൻ്റെ നമ്പർ കൂടി വരികയാണ്. ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. ഫ്രീ റാഡിക്കൽസും ഒരു വലിയ ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ഫ്രീ റാഡിക്കൽസിൻ്റെ കേസിൽ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ന്യൂക്ലിക് ആസിഡ് ലെവലിൽ DNA വരെ ഡാമേജ് ചെയ്യുന്നുണ്ട് അല്ലേ, ബേസ് പെയർസിനെ അത് ഓൾട്ടർ ചെയ്യുന്നുണ്ട്, ഡിയോക്സി റൈബോസ് ഷുഗറിനെ അത് ഡാമേജ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ എല്ലാ കേസുകളിൽ മ്യൂട്ടാജെനിസിറ്റിയും സൈറ്റോടോക്സിസിറ്റിയും ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ഇതൊരു കാർസിനോജെനിസിസിന് കാരണമാകുന്നത്. കാർസിനോജെനിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, കാർസിനോജെനിസിസ്, അതായത് ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒരു കാർസിനോജെനായിട്ട് മാറുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടല്ലോ, ROS എന്ന് പറയുന്ന റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിന് മ്യൂട്ടേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ DNAക്ക് ഒരു നോർമൽ ഇതുണ്ട്. ഓക്കെ, അതിന് ചേഞ്ച് വരുത്തുന്നത് വഴി ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ DNAയിൽ ഡാമേജ് ഉണ്ടാകുന്നതിനെ റിപ്പയർ ചെയ്യാനായിട്ട് അതിനൊരു ടെൻഡൻസി ഉണ്ട്. അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതായത് ആ റിപ്പയറിനെ അല്ലേ, നമ്മുടെ ബോഡിക്ക് ഇപ്പം എന്തായെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ ഒരു എന്തോന്ന് വരുമ്പോഴത്തേക്ക് ബോഡിക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് ഹീലിംഗ് പവർ ഉണ്ട്. അപ്പം DNAക്കും അങ്ങനെ ഒരു സെൽഫ് റിപ്പയറിംഗ് ആയിട്ടുള്ളൊരു റിപ്പയർ ചെയ്യാനുള്ളൊരു പവർ ഉണ്ട്. അതിനെയൊക്കെ ഇത് ഈ ഒരു ഫ്രീ റാഡിക്കൽ ഇഫക്റ്റ് വന്നിട്ട് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കാരണം എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡിയിലുള്ള ചില ട്യൂമർ സപ്രസർ ജീൻസ് ഒക്കെ ഉണ്ട്. അതായത് ട്യൂമർ ഉണ്ടാകുവാണെങ്കിൽ അതിനെ സപ്രസ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ജീൻസ്. അപ്പോൾ ഈ ജീൻസിൻ്റെയൊക്കെ ജീൻസിനെയൊക്കെ ഇത് ഇനാക്ടിവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു ട്യൂമറിനെ സപ്രസ് ചെയ്യാൻ കഴിവുള്ള ഒരു ജീൻ നമ്മുടെ ബോഡിയിലുണ്ട്. പക്ഷേ ഫ്രീ റാഡിക്കലിൻ്റെ ഇഫക്റ്റ് കാരണം അത് സപ്രസ്ഡ് ആയി പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ക്യാൻസർ ഉണ്ടാവും അല്ലേ, നമുക്ക് ക്യാൻസർ കണ്ടീഷൻ വരാനുള്ള സാധ്യത ഒരുപാട് കൂടുകയാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ ഫ്രീ റാഡിക്കൽസ് പ്രൊമോട്ട് ബയോകെമിക്കൽ ആൻഡ് മോളിക്കുലാർ ചേഞ്ചസ് ഫോർ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ട്യൂമർ സെൽസ്. അങ്ങനെ ട്യൂമർ സപ്രസർ ജീൻസിനെ ഇനാക്ടിവേറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ മ്യൂട്ടേഷൻസ് കൊണ്ടുവന്നുവെന്നും അതുപോലെ തന്നെ DNA റിപ്പയറിങ്ങിനെ ആ ഒരു സെൽഫ് ഹീലിംഗ് പവറിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടും ഒക്കെ എന്തുകൊണ്ടാണ് ഇത് ട്യൂമർ സെൽസിനെ അല്ലെങ്കിൽ ക്യാൻസർ സെൽസിനെ കൂടുതൽ ഗ്രോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ വളർന്നു വരാനായിട്ട്
ഇവർ നമ്മുടെ ഫ്രീ റാഡിക്കൽസ് കാരണക്കാരായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പം ക്യാൻസറിൻ്റെ കേസിൽ വന്നിട്ട് അത്. ഇനി അടുത്ത് വന്നിട്ട് എന്താണ്? ഇൻഫ്ലമേറ്ററി ഡിസീസ്. അതായത് നമുക്കറിയാം ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെയൊക്കെ. ഓക്കെ, അപ്പം അതെന്ന് വെച്ചാൽ ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അപ്പം ഇത് നമ്മുടെ ഈ ന്യൂട്രോഫിൽസ് വന്നിട്ട് ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ന്യൂട്രോഫിൽസ് ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽസ് ആണ് ഇൻഫ്ലമേറ്ററി, അതായത് നമ്മുടെ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലത്തെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം. ഓക്കെ, അതുപോലെ തന്നെ ക്രോണിക് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ഇതൊക്കെ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ കൊളാജനിലും ഹൈലറോണിക് ആസിഡിലും ഒക്കെ നമ്മുടെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാക്കുന്ന ഡാമേജ് കൊണ്ടാണ്. ആകെപ്പാടെ നമ്മുടെ ബോഡി ഫുള്ള് നശിപ്പിച്ച് വെക്കും. ഓക്കെ, അതാണ് ഫ്രീ റാഡിക്കൽസ് ചെയ്യുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആൻറ്റി ഓക്സിഡൻസ് പഠിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഇവന്മാരെ നമ്മളെങ്ങനെ ഓടിച്ചു വിടുമെന്ന്. ഓക്കെ, നമ്മുടെ ബോഡീനെ നമ്മൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തും. അപ്പം ഇൻഫ്ലമേറ്ററി ഡിസീസിൽ എന്താണ്? അതിനും ഒരു കാരണമാവുന്നുണ്ട് നമ്മുടെ ഫ്രീ റാഡിക്കൽസ്. ഓക്കെ, ഇനി അടുത്തത് റെസ്പിറേറ്ററി ഡിസീസ്. ഓക്കെ, റെസ്പിറേറ്ററി ഡിസീസ് പറയുമ്പോഴത്തേക്ക് ഡയറക്റ്റ് എക്സ്പോഷർ ഓഫ് ലങ്സ് ടു 100% ഓക്സിജൻ ഫോർ എ ലോങ് പീരീഡ് ഈസ് നോൺ ടു ഡിസ്ട്രോയ് എൻഡോത്തീലിയം ആൻഡ് കോസ് ലങ് എഡീമ. ഓക്കെ, അപ്പോൾ എന്തും അമൃതമായ വിഷമാണ് അല്ലേ? അപ്പം നമ്മുടെ ലങ്സ് പോലും 100% ഓക്സിജനിലേക്ക് മോർ ദാൻ 24 hours, അതായത് ഒരു 24 മണിക്കൂർ കൂടുതൽ സമയം നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ലങ്സിൻ്റെ എൻഡോത്തീലിയം ലൈനിങ് ഉണ്ട് അല്ലേ, അതിനകത്തുള്ള ലൈനിങ് അതിനെ ഡിസ്ട്രോയ് ചെയ്യും. അതുപോലെ തന്നെ ലങ്സിന്റെ എഡിമ സംഭവിക്കും, അത് വീക്കം സംഭവിക്കും. ഓക്കെ, ഇതിന് കാരണമാകുന്നത് എന്താണ്? ഇതിന് കാരണമാകുന്നത് ഫ്രീ റാഡിക്കൽസ് ആണ്. ഓക്കെ, അപ്പം എന്താണ് ഇത്രയും സമയം 100% ഓക്സിജൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറച്ച് ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മാറുന്നുണ്ട്. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസും വരുന്നുണ്ട്. ഓക്കെ, ഇത് വന്നിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് വന്നിട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, അഡൾട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം അല്ലെങ്കിൽ ARDS എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കും. ഇതിലും എന്താണ്? പൾമനറി എഡിമയാണ്, ലങ്സിന്റെ വീക്കം ഉണ്ടായിരിക്കും. പിന്നെ സിഗരറ്റ് സ്മോക്ക്. ഓക്കെ, സിഗരറ്റ് സ്മോക്കിനകത്ത് പിന്നെ സ്മോക്കിൽ തന്നെ ഫ്രീ റാഡിക്കലായിട്ട് വരും, പ്രത്യേകിച്ച് നമ്മൾ അതിനകത്തൊന്നും ചെയ്യാനില്ല. ഓക്കെ, അത് എന്ത് ചെയ്യുന്നു? അതുപോലെ അതിനകത്തുള്ള മെറ്റൽ കണ്ടന്റ് ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഫ്രീ റാഡിക്കൽസിന്റെ പ്രൊമോഷന് കാരണമാവും. ഇത് എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ലങ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. റെസ്പിറേറ്ററി ഡിസീസസ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഡാമേജസ് കോസ്ഡ് ടു ലങ്സ് ഇൻ ദ സ്മോക്കേഴ്സ് ആർ ഡ്യൂ ടു ROS. അതായത് സ്മോക്കേഴ്സിന്റെ കേസിൽ അവരുടെ ലങ്സിന് ഉണ്ടാകുന്ന ഡാമേജ് കൂടുതൽ എന്തുകൊണ്ടാണ്? ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് കാരണമാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് റെസ്പിറേറ്ററി ഡിസീസസിൽ നമ്മുടെ ഈ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. പിന്നെ വന്നിട്ട് ഡയബറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫ്രീ റാഡിക്കൽസ് ആണ് ഹെൽത്തി ആയിട്ടുള്ള സെൽസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഐലറ്റ്സ് ഓഫ് പാങ്ക്രിയാസ് ഉണ്ടല്ലോ, പാങ്ക്രിയാസിൽ അവിടെയാണ് നമ്മുടെ ഇൻസുലിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ നടക്കുന്ന സെൽസ് ഇരിക്കുന്നത്. അപ്പം ഇതിനെ നശിപ്പിക്കും, ഈ ഫ്രീ റാഡിക്കൽസ് അറ്റാക്ക് ചെയ്യും. ഓക്കെ, അറ്റാക്ക് ചെയ്യുന്നത് മൂലം എന്താവും? ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡയബറ്റിസ് മെലിറ്റസ് ഡെവലപ്പ് ചെയ്യും. പിന്നെ കാറ്ററാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് ഒരുപാട് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് അത് കൂടുതലും ഏജിങ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കണ്ണിൽ കാറ്ററാക്ട് വരും. പിന്നെ മെയിൽ ഇൻഫെർട്ടിലിറ്റി, അതായത് നമ്മുടെ ഫ്രീ റാഡിക്കൽസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ സ്പേമിൻ്റെ മോട്ടിലിറ്റിയും അതിലൊക്കെ വയബിലിറ്റിയും ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റും അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ കുറയ്ക്കും. അങ്ങനെ മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഏജിങ് പ്രോസസ്സ് നമുക്കറിയാം, ബയോളജിക്കൽ പ്രോസസ്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്നത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സെൽസിനെയൊക്കെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഓഫ് കോഴ്സ് അത് കൂടുതലായിട്ടും ആ ഒരു ഏജിങ്ങിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏജിങ് പ്രോസസ്സിൽ നോർമലായിട്ടും ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ഫ്രീ റാഡിക്കൽസ് പ്ലേ കീ റോൾ ഇൻ പാർക്കിൻസൺസ് ഡിസീസ്, അൾഷിമേഴ്സ് ഡിസീസ്, അൾസൈമേഴ്സ് ഡിസീസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ലിവർ സിറോസിസ്, മസ്കുലർ ഡിസ്ട്രോഫി, ടോക്സീമിയ ഓഫ് പ്രഗ്നൻസി, ഇതെല്ലാം നമ്മുടെ ഫ്രീ റാഡിക്കൽസ് കാരണം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? നമ്മുടെ കൊറോണറി ഹാർട്ട് ഡിസീസിന് കാരണമാവുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ, അതായത് ഓക്സിഡൈസ്ഡ് LDL കാരണം. പിന്നെ നമ്മൾ ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞു, DNA റിപ്പയർ ഡാമേജ് കാരണം, DNAയുടെ റിപ്പയറിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് കാരണം, ട്യൂമർ സപ്രസർ ജീൻസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നത് കാരണം. പിന്നെ നമ്മൾ റെസ്പിറേറ്ററി കണ്ടീഷൻസിൽ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡയബറ്റിസ് മെലിറ്റസിൻ്റെ കേസിൽ പറഞ്ഞു. പിന്നെ നമ്മുടെ എന്താ പറയുക, ഏജിങ്ങിൻ്റെ കേസിൽ പറഞ്ഞു. മറ്റ് ഡിസീസസ് ഉണ്ട്, പിന്നെ കാറ്ററാക്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം എന്താണ്? ഫ്രീ റാഡിക്കൽസിൻ്റെ ഇഫക്റ്റ് മൂലം നമുക്കുണ്ടാകുന്ന അസുഖങ്ങളാണ്. ഓക്കെ, ഫ്രീ റാഡിക്കൽസും ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം
ഫ്രീ റാഡിക്കൽസിൻ്റെ നെഗറ്റീവ് സൈഡ്സ് ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡീനെ എങ്ങനെയൊക്കെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതിന് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്, ബെനിഫിഷ്യൽ ആക്ഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ് ആണ്. അതായത് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ബെനിഫിഷ്യൽ ആക്ഷൻ ഉണ്ടെന്ന്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ മോളിക്കുലാർ അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്നതിൽ നമ്മൾ ഫാഗോസൈറ്റോസിസിൻ്റെ സമയത്ത് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പം ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഫാഗോസൈറ്റോസിസ് മാക്രോഫേജ് പ്രൊഡ്യൂസ് സൂപ്പർ ഓക്സൈഡ്. അതായത് ഫാഗോസൈറ്റോസിസ് എന്ന് വെച്ചാൽ എന്താണ്, പുറത്തുനിന്നൊരു ഫോറിൻ ബോഡി വരുമ്പോഴത്തേക്ക് നമ്മുടെ മാക്രോഫേജസ് അതിനെ അറ്റാക്ക് ചെയ്തിട്ട് അതിനെ എൻഗൾഫ് ചെയ്തിട്ട് അല്ലെ അതിനെ അങ്ങനെ വിഴുങ്ങുന്ന ഒരു പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മാക്രോഫേജസ് എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർ ഓക്സൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സൂപ്പർ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു NADPH എന്ന് പറയുന്ന ഒരു ഓക്സിഡൈസിൻ്റെ പ്രസൻസിലാണ്. ഓക്കെ, അപ്പം ഈ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൂപ്പർ ഓക്സൈഡ് അതായത് O2- എന്താണ്, ആ ഒരു റാഡിക്കൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിട്ട് മാറും. ഈ ഹൈഡ്രോജൻ പെറോക്സൈഡ് പിന്നെ ഹൈപ്പോക്ലോറസ് ആസിഡ് അല്ലെങ്കിൽ HClO ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഈ നമ്മുടെ ഈ ഒരു ഓക്സിജൻ സൂപ്പർ റാഡിക്കൽ ഉണ്ടല്ലോ, സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽ, അതും ഈ ഹൈപ്പോക്ലോറസ് അയോണോടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബാക്ടീരിയോസൈഡൽ ആക്ഷനാണ്. അത് ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ, അതായത് ഒരു ബാക്ടീരിയനെ കില്ല് ചെയ്യുന്ന ഒരു ആക്ഷൻ അവിടെ കൊണ്ടുവരികയാണ്. അത് ശരിക്കും എന്താണ്, ഫ്രീ റാഡിക്കൽ നമ്മുടെ ബോഡിയിൽ ജനറേറ്റ് ചെയ്ത ഫ്രീ റാഡിക്കലിൻ്റെ ഒരു 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 പോസിറ്റീവ് സൈഡാണ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഫാഗോസൈറ്റോസിൻ്റെ സമയത്ത് മാക്രോഫേജസ് സൂപ്പർ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് O2- വിച്ച് ഈസ് എ റിയാക്ഷൻ കാറ്റലൈസ്ഡ് ബൈ NADPH ഓക്സിഡേസ്. ഈ ഓക്സിജൻ റാഡിക്കൽ എന്ത് ചെയ്യുന്നു, ഹൈഡ്രോജൻ പെറോക്സൈഡ് ആയിട്ട് മാറുന്നു, പിന്നെ ഹൈപ്പോക്ലോറസ് ആസിഡ് ആയിട്ട് മാറുന്നു. ഈ സൂപ്പർ ഓക്സൈഡ് റാഡിക്കലും ഈ ഹൈപ്പോക്ലോറസ് അയണോട് ചേർന്നിട്ട് ബാക്ടീരിയസൈഡൽ ആക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക്രോഫേജ് അതായത് നമ്മുടെ മാക്രോഫേജിൻ്റെ ഈ ഫാഗോസൈറ്റിക് ആക്ഷൻ്റെ സമയത്ത് ഈ സൂപ്പർ ഓക്സൈഡ് പ്രൊഡ്യൂസ് എന്ന് പറയുന്നല്ലോ, ആ സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഇങ്ങനെ ഒരുപാട് എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നതിന് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി ബേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫാഗോസൈറ്റിക് ആക്ഷൻ ഓഫ് മാക്രോഫേജസിൻ്റെ സമയത്ത് നമ്മുടെ ഫ്രീ റാഡിക്കൽസിൻ്റെ ഒരു ബെനിഫിഷ്യൽ മെക്കാനിസം നമ്മൾ പറഞ്ഞു. അതായത് ഈ സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യുന്നത് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു സൂപ്പർ ഓക്സൈഡ് റാഡിക്കലും ഹൈപ്പോക്ലോറസ് ആസിഡിൻ്റെ റാഡിക്കലൂടെ ചേർന്നിട്ട് ബാക്ടീരിയസൈഡൽ ഇഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു മാക്രോഫേജസിൻ്റെ ഫാഗോസൈറ്റിക് ആക്ഷൻ സമയത്ത് ഒരുപാട് എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂം ചെയ്യുകയും അത് കാരണം എന്ത് ചെയ്യുന്നു, ആ ഒരു ഫിനോമിനെ നമ്മൾ റെസ്പിറേറ്ററി ബേസ്റ്റ് എന്ന് പറയുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് പാർട്ട് ഓഫ് ഫ്രീ റാഡിക്കൽസിലേക്ക് വരികയാണ്. അതായത് അല്ലെങ്കിൽ നമ്മുടെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിൻ്റെ മെഡിക്കൽ ആപ്ലിക്കേഷൻ. ഇപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ റേഡിയേഷൻ തെറാപ്പിയിലൊക്കെ ഇപ്പോൾ Cobalt-60 പോലത്തെ സംഭവങ്ങളൊക്കെ ട്യൂമർ ടിഷ്യൂസ് അതായത് നമ്മുടെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉള്ള ട്യൂമർ ടിഷ്യൂസിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ Cobalt-60 ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെന്താണ്, സ്റ്റെറിലൈസേഷൻ ഓഫ് ഫുഡ്സ് അതായത് ഫുഡിൻ്റെയൊക്കെ സ്റ്റെറിലൈസേഷനിൽ ഈ റേഡിയേഷൻ പോലത്തെ പ്രോസസ്സിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്തും റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ഫ്രീ റാഡിക്കൽ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു, അതായത് റിയാക്റ്റീവായിട്ടുള്ള ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു മോളിക്കുലർ സ്പീഷീസ് ആണ്. അതിനകത്തൊരു ഹൈലി റിയാക്റ്റീവായിട്ടുള്ള ഒരു അൺപെയർഡ് ഇലക്ട്രോൺ അതിൻ്റെ ഔട്ടർ ഷെല്ലിലുണ്ടായിരിക്കും. ഇത് ഭയങ്കര റിയാക്റ്റീവ് ആയിരിക്കും, ലിവിങ് സെൽസിന് ദോഷകരമായിരിക്കും, അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് വളരെ ഷോർട്ടായിരിക്കും എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അതായത് പാർഷ്യൽ റിഡക്ഷൻ ഓഫ് ഓക്സിജൻ നടക്കുന്ന സമയത്താണ്. യൂഷ്വലി കംപ്ലീറ്റ് റിഡക്ഷൻ നടന്ന് വാട്ടറായിട്ട് ഫോം ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു പാർഷ്യൽ റിഡക്ഷൻ നടന്ന് ഓക്സിജനായിട്ട് അല്ലെങ്കിൽ പാർഷ്യൽ റിഡക്ഷൻ നടക്കുന്നത് കാരണം എന്ത് ചെയ്യുന്നു, ഈ പെറോക്സൈഡ് റാഡിക്കൽസ് അല്ലെങ്കിൽ നമ്മുടെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഫോം ചെയ്യാണ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യാണ്. നമ്മൾ അതിനകത്ത് കുറച്ച് എക്സാമ്പിൾസ് കണ്ടു. അതിൽ 2 എണ്ണം അതായത് നമ്മുടെ സിംഗ്ലറ്റ് ഓക്സിജനും ഹൈഡ്രോജൻ പെറോക്സൈഡും ഒരു ഫ്രീ റാഡിക്കൽ അല്ല, പക്ഷേ അത് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിൽ വരുന്നതാണ് ബിക്കോസ് ഓഫ് ദ ഹൈ റിയാക്ടിവിറ്റി. പിന്നെ ഏതൊക്കെ രീതിയിലാണ് ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്ന് സെൽ മെറ്റബോളിസത്തിൽ, അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടു. രണ്ടാമത് നമ്മൾ എന്താണ്, നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ സിഗരറ്റ് സ്മോക്കിംഗ് പോലത്തെ കുറേ കാര്യങ്ങൾ കണ്ടു. ഓക്കെ, പിന്നെ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് എന്താണ്, ലിപ്പിഡ് പെറോക്സിഡേഷനാണ്. അപ്പം നമ്മുടെ ഈ ഫ്രീ റാഡിക്കൽസ് വന്നിട്ട് സെൽ മെമ്പറിലുള്ള ലിപ്പിഡ്സിനെ അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ ഇനിഷ്യേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് 3 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനിഷ്യേഷനും പ്രൊപ്പഗേഷനും ടെർമിനേഷനും, അത് 3 നമ്മൾ കണ്ടു. ഓക്കെ, പിന്നെ ഫ്രീ റാഡിക്കൽസ് എന്തൊക്കെ ടൈപ്സ് ഓഫ് അസുഖങ്ങളാണ് നമ്മുടെ ബോഡിയിൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ടു. പിന്നെ നമ്മുടെ
ഫ്രീ റാഡിക്കൽസിൻ്റെ ഒരു ബെനിഫിഷ്യൽ ആക്ഷൻ പറഞ്ഞു. അതെന്താണ്? നമ്മുടെ മാക്രോഫേജസ് ഫാഗോസൈറ്റിക് ആക്ഷൻ സമയത്ത് എന്ത് ചെയ്യുന്നു? സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽ ഉണ്ടാവുകയും അത് നമ്മളെ ഹൈപ്പോക്ലോറസ് അയണുമായിട്ട് ചേർന്നൊരു ബാക്ടീരിയസൈഡൽ ഇഫക്റ്റ് ഉണ്ടാവുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരുപാട് ഓക്സിജനെ ഈ മാക്രോഫേജസ് കൺസ്യൂം ചെയ്യുന്നതിനെ നമ്മൾ റെസ്പിറേറ്ററി ബേസ്റ്റ് എന്നൊരു ടേം വെച്ച് വിളിക്കുമെന്ന് പറഞ്ഞു. പിന്നെ മെഡിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് നമ്മുടെ ROS. ഇത്രയുമാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, ആൻറ്റി ഓക്സിഡൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഈ ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് എ ഫ്രീ റാഡിക്കൽ? A molecule with no electron, a molecule with one or more unpaired electrons, a molecule with extra proton, a molecule with paired electron. ഏതാണ്? B. A molecule with one or more unpaired electron. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫ്രീ റാഡിക്കൽ? സൂപ്പറോക്സൈഡ് ആനയോൺ റാഡിക്കൽ, ഹൈഡ്രോൺ പെറോക്സൈഡ്, ഹൈഡ്രോക്സിൽ റാഡിക്കൽ, ലിപ്പിഡ് പെറോക്സൈഡ് റാഡിക്കൽ. നമ്മൾ എടുത്തു പറഞ്ഞു ഹൈഡ്രോൺ പെറോക്സൈഡും സിംഗ്ലറ്റ് ഓക്സിജനും ഒരു ഫ്രീ റാഡിക്കൽ അല്ല, പക്ഷെ റിയാക്ടിവിറ്റി കാരണം റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിൽ വരുന്നു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി. അടുത്തത്, വാട്ട് ആർ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഓർ ROS? എ മോളിക്യൂൾസ് ദാറ്റ് ആർ ഹാംലെസ് ടു ലിവിംഗ് സിസ്റ്റം, പ്രോഡക്ട്സ് ഓഫ് പാർഷ്യൽ റിഡക്ഷൻ ഓഫ് ഓക്സിജൻ ദാറ്റ് ആർ ഹൈലി റിയാക്റ്റീവ്, മോളിക്യൂൾസ് വിത്ത് നോ അൺപെയർഡ് ഇലക്ട്രോൺസ്, പ്രോഡക്ട്സ് ഓഫ് കംപ്ലീറ്റ് റിഡക്ഷൻ ഓഫ് ഓക്സിജൻ. ഏതാണ്? പ്രോഡക്ട്സ് ഓഫ് പാർഷ്യൽ റിഡക്ഷൻ ഓഫ് ഓക്സിജൻ ദാറ്റ് ആർ ഹൈലി റിയാക്റ്റീവ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ROS? സോഡിയം ക്ലോറൈഡ്, സൂപ്പർ ഓക്സൈഡ് ആനയോൺ റാഡിക്കൽ, നൈട്രിക് ഓക്സൈഡ്, ബോത്ത് ബി ആൻഡ് സി. ഏതാണ്? സോഡിയം ക്ലോറൈഡ് ഇല്ലല്ലേ, ബാക്കി സൂപ്പർ ഓക്സൈഡ് ആനയോൺ റാഡിക്കലും നൈട്രിക് ഓക്സൈഡും എന്താണ്? അത് രണ്ടും നമ്മുടെ ROSന് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫ്രീ റാഡിക്കൽ? ഫ്രീ റാഡിക്കലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. എ, ലോങ് ഹാഫ് ലൈഫ്, ബി, ഹൈലി റിയാക്റ്റീവ്, സി, ഇനബിലിറ്റി ടു കോസ് ഡാമേജ് ടു ബയോമോളിക്യൂൾ, സ്റ്റെബിലിറ്റി ഇൻ ബയോളജിക്കൽ സിസ്റ്റം. എന്താണ്? ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉള്ളതാണ് ഹൈലി റിയാക്റ്റീവ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ടേക്കൺ അപ്പ് ബൈ ദ ബോഡി ഈസ് കൺവേർട്ടഡ് ടു ഫ്രീ റാഡിക്കൽ? 1%, 14%, 5-10%, 1020%. എത്രയാണ്? ഇത് 1 to 4% ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 1 to 4%. ഇത് 14 അല്ല കേട്ടോ, 1 to 4% ആണ്. സോറി, 1 to 4% ആണ്. ഓക്കെ, 14 അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഇൻ സെല്ലുലാർ മെറ്റബോളിസം? അമൈലേസ്, സാന്തീൻ ഓക്സിഡേസ്, ലാക്ടേസ്, സൂക്രേസ്. നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ഏതാണ്? സാന്തീൻ ഓക്സിഡേസ്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് നൈട്രിക് ഓക്സൈഡ് ഇൻ ദ ബോഡി? നമ്മുടെ ബോഡിയിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ റോൾ എന്താണ്? പ്രൊമോട്ട്സ് ലിപ്പിഡ് പെറോക്സിഡേഷൻ, കോസസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ആക്ട്സ് ആസ് എ ഫ്രീ റാഡിക്കൽ, ഈസ് ഇനേർട്ട് ആൻഡ് നോൺ റിയാക്റ്റീവ്. നമ്മൾ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രത്യേകിച്ച് വേറെ ഒന്നും എടുത്ത് പറയാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആക്ട്സ് ആസ് എ ഫ്രീ റാഡിക്കൽ എന്ന് പറയാൻ പറ്റും. അത് നമ്മൾ പഠിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് ഫ്രീ റാഡിക്കൽ ഡ്യൂ ടു എൻവയോൺമെൻറ്റൽ ഇഫക്ട്സ്? അതായത് എൻവയോൺമെൻറ്റൽ ഇഫക്ട്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സോഴ്സ് അല്ലാത്തത് ഏതാണെന്ന് ഫ്രീ റാഡിക്കൽസിൻ്റെ? ഡ്രഗ് മെറ്റബോളിസം, അയണൈസിങ് റേഡിയേഷൻ, ഫോട്ടോലൈസിസ് ഓഫ് ഓക്സിജൻ ബൈ ലൈറ്റ്, പ്രോട്ടീൻ സിന്തസിസ്. അല്ലേ, പ്രോട്ടീൻ സിന്തസിസ് ഒഴിച്ച് ബാക്കി എല്ലാം എന്താണ്? സോഴ്സ് ഓഫ് ഫ്രീ റാഡിക്കൽസ് ആണ് എൻവയോൺമെൻറ്റലിൽ. അപ്പോൾ ഓപ്ഷൻ ഡി, പ്രോട്ടീൻ സിന്തസിസ്. അടുത്തത്, വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ഫ്രീ റാഡിക്കൽ ഇൻഡ്യൂസ്ഡ് ലിപ്പിഡ് പെറോക്സിഡേഷൻ? അത് നമുക്കറിയാം അല്ലേ, ഇനിസിയേഷനും പ്രൊപ്പഗേഷനും ടെർമിനേഷനും ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനിസിയേഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് ടെർമിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മോളിക്യൂൾ ഈസ് യൂസ്ഡ് ആസ് എ ബയോകെമിക്കൽ മാർക്കർ ഫോർ ലിപ്പിഡ് പെറോക്സിഡേഷൻ? ഗ്ലൂക്കോസ്, മാലോൺ ഡൈആൽഡിഹൈഡ്, കൊളസ്ട്രോൾ, യൂറിയ. ഏതാണ്? MDA ആണ് അല്ലേ, ഓപ്ഷൻ ബി, മാലോൺ ഡൈആൽഡിഹൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രീ റാഡിക്കൽസ് കോസ് ഡാമേജ് ടു വിച്ച് ബയോമോളിക്യൂൾ? പ്രോട്ടീൻ, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്, ഓൾ ഓഫ് ദ എബോവ്. ഏതാണ്? എല്ലാത്തിനും ഉണ്ട് അല്ലേ, അപ്പം ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്? ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻ എക്സസ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ഇൻ ദ ബോഡി, ആൻ ഇംബാലൻസ് ഓഫ് ഫ്രീ റാഡിക്കൽസ് ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് ഇൻ ദ ബോഡി, എ ലാക്ക് ഓഫ് ഫ്രീ റാഡിക്കൽസ് ഇൻ ദ ബോഡി, എ ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് ഫ്രീ റാഡിക്കൽസ് ആൻഡ് ആൻറ്റി ഓക്സിഡൻസ്. അല്ലേ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളായിരുന്നു. എന്താണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് വെച്ചാൽ? ആക്ച്വലി നമ്മുടെ ഫ്രീ റാഡിക്കൽസിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും ഒരു ഇംബാലൻസ് ആണ് ബോഡിയിൽ. ഓക്കെ, അത് നമ്മൾ ആൻറ്റി ഓക്സിഡൻസും കൂടെ പഠിക്കുന്ന സമയത്ത് നോക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഹൗ ഡു ഫ്രീ റാഡിക്കൽസ് അഫക്റ്റ് പ്രോട്ടീൻസ്? പ്രോട്ടീൻസിനെ ഫ്രീ റാഡിക്കൽസ് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? ബൈ പ്രൊമോട്ടിംഗ് പ്രോട്ടീൻ സിന്തസിസ്, ബൈ ഓക്സിഡേഷൻ ഓഫ് സൾഫ് ഹൈഡ്രൈഡ് ഗ്രൂപ്പ്സ്, ബൈ എൻഹാൻസിങ് പ്രോട്ടീൻ ഫോൾഡിംഗ്, ബൈ സ്റ്റെബിലൈസിങ് പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ്. എന്താണ്? ബൈ ഓക്സിഡേഷൻ ഓഫ് സൾഫ് ഹൈഡ്രൈഡ് ഗ്രൂപ്പ്സ്.
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഫാറ്റി ആസിഡ്സ് ആർ ഹൈലി സസെപ്റ്റബിൾ ടു ഡാമേജ് ബൈ ഫ്രീ റാഡിക്കൽസ്? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, ട്രാൻസ് ഫാറ്റി ആസിഡ്സ്. ഏതാണ്? പ്യൂഫയാണ് അല്ലേ, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. അടുത്തത്, വിച്ച് ഡിസീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫ്രീ റാഡിക്കൽ ഡാമേജ് ടു ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അല്ലെ? LDLന്റെ ഓക്സിഡേഷൻ കാരണം വരുന്ന ഏതാണ്? ഡയബറ്റിസ്, ക്യാൻസർ, CHD, അൾസൈമേഴ്സ് ഡിസീസ്. ഏതാണ്? സി ഓപ്ഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫ്രീ റാഡിക്കൽസ് ഇൻ ക്യാൻസർ? ദേ പ്രിവെന്റ് DNA മ്യൂട്ടേഷൻസ് അല്ല, DNA മ്യൂട്ടേഷൻ നടത്തും. ദേ ഇൻഹിബിറ്റ് ട്യൂമർ ഗ്രോത്ത്. ദേ ഡാമേജ് DNA ആൻഡ് പ്രൊമോട്ട് കാർസിനോജെനിസിസ്. ദേ റിപ്പയർ ഡാമേജ് DNA. ഏതാണ്? ദേ ഡാമേജ് DNA ആൻഡ് പ്രൊമോട്ട് കാർസിനോജെനിസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ന്യൂട്രോഫിൽസ്? ഏതാണ്? നമ്മൾ പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ഡിസീസ്, അതായത് നമ്മുടെ എന്താ പറയുന്ന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞത്? അത് ഇൻഫ്ലമേറ്ററി ഡിസീസ് കോസ്ഡ് ബൈ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ന്യൂട്രോഫിൽസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അടുത്തത്, വിച്ച് ഡിസോർഡർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പൾമണറി എഡിമ കോസ്ഡ് ബൈ ഫ്രീ റാഡിക്കൽസ്? ഡയബറ്റിസ്, കാർഡിയോവാസ്കുലർ ഡിസീസ്, അഡൾട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ലിവർ സിറോസിസ്. ഏതാണ്? ഓപ്ഷൻ സി, അഡൾട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ARDS. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ഫ്രീ റാഡിക്കൽസ് ഓൺ മെയിൽ ഫെർട്ടിലിറ്റി? മെയിൽ ഫെർട്ടിലിറ്റിനെ ഫ്രീ റാഡിക്കൽസ് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? ഇൻക്രീസ് ഇൻ സ്പേം മോട്ടിലിറ്റി, ഡിക്രീസ് ഇൻ സ്പേം മോട്ടിലിറ്റി ആൻഡ് വയബിലിറ്റി, ഇൻക്രീസ് ഇൻ സ്പേം കൗണ്ട്, നോ ഇഫക്റ്റ് ഓൺ ഫെർട്ടിലിറ്റി. എന്താണ്? ഡിക്രീസ് ഇൻ സ്പേം മോട്ടിലിറ്റി ആൻഡ് വയബിലിറ്റി. അടുത്തത്, ഹൗ ആർ ഫ്രീ റാഡിക്കൽസ് ഇൻവോൾവ് ഇൻ ദ ഏജിംഗ് പ്രോസസ്? ഏജിംഗ് പ്രോസസ്സിൽ ഫ്രീ റാഡിക്കൽസ് എങ്ങനെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു? ദേ എൻഹാൻസ് ദ ലോഞ്ചിവിറ്റി ഓഫ് സെൽസ്, ദേ കോസ് വേരിയസ് ബയോകെമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ ചേഞ്ചസ്, ദേ പ്രൊമോട്ട് സെൽ റീജനറേഷൻ, ദേ റെഡ്യൂസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ആണോ? ഏതാ ചെയ്യുന്നത്? ദേ കോസ് വേരിയസ് ബയോകെമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ ചേഞ്ചസിന് കാരണമാകുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡിസീസ് ഈസ് നോട്ട് ലിങ്ക്ഡ് ടു ഫ്രീ റാഡിക്കൽ ഡാമേജ്? പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ട്, അൾസൈമേഴ്സ് ഡിസീസ് ഉണ്ട്, ലിവർ സിറോസിസ് ഉണ്ട്. ഇല്ലാത്ത ഏതാണ്? ഓപ്ഷൻ ഡി, ഹൈപ്പർ ടെൻഷൻ. വാട്ട് ഈസ് ദ ബെനിഫിഷ്യൽ ആക്ഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ് ഡ്യൂറിംഗ് ഫാഗോസൈറ്റോസിസ്? പ്രൊമോട്ടിംഗ് ട്യൂമർ ഗ്രോത്ത്, എൻഹാൻസിങ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ബാക്ടീരിയസൈഡൽ ആക്ഷൻ, റെഡ്യൂസിങ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഏതാണ്? ബാക്ടീരിയോസൈഡൽ ആക്ഷൻ. അടുത്തത്, വാട്ട് മെഡിക്കൽ ആപ്ലിക്കേഷൻ ഇൻവോൾവ്സ് ROS ടു ഡിസ്ട്രോയ് ട്യൂമർ ടിഷ്യൂ? കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഹോർമോൺ തെറാപ്പി. ഏതാണ്? മെഡിക്കൽ ആപ്ലിക്കേഷൻ. നമ്മുടെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനെ യൂസ് ചെയ്തിട്ട് ട്യൂമർ ടിഷ്യൂസിനെ നശിപ്പിക്കുന്ന എന്താണ്? അത് നമ്മുടെ റേഡിയേഷൻ തെറാപ്പിയാണ്, റേഡിയേഷൻ തെറാപ്പി. അടുത്തത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്റ്റെറിലൈസിംഗ് ഫുഡ്സ് ബൈ ഇറേഡിയേഷൻ ഇൻവോൾവിംഗ് ROS? ടു ഇംപ്രൂവ് ടേസ്റ്റ്, ടു എൻഹാൻസ് ന്യൂട്രീഷണൽ വാല്യൂ, ടു ഡിസ്ട്രോയ് വൈറൽ ഓർ ബാക്ടീരിയൽ കണ്ടാമിനൻസ്, ടു റെഡ്യൂസ് കലോറി കണ്ടന്റ്. അല്ലേ? ഫുഡ് ഇറേഡിയേഷൻ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഫുഡിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ കണ്ടാമിനൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത്, വാട്ട് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് ഫ്രീ റാഡിക്കൽസ് ഇൻ ദ ബോഡി? സെല്ലുലാർ മെറ്റബോളിസം, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഡ്രഗ് ഇൻട്രാക്ഷൻ, എക്സർസൈസ്. ഏതാണ്? കൂടുതൽ നമ്മുടെ സെല്ലുലാർ മെറ്റബോളിസത്തിലൂടെയാണ്. ഓക്കെ. പക്ഷേ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എല്ലാം തന്നെ ഇൻഇഫക്റ്റിൽ എന്തിലാണ് കാരണമാകുന്നത്? സെല്ലുലാർ മെറ്റബോളിസത്തിലാണ്. ഓക്കെ. അടുത്തത്, വിച്ച് എൻസൈം ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്? സാന്തീൻ ഓക്സിഡേസ്, NADPH ഓക്സിഡേസ്, അമൈലേസ്, സൈറ്റോക്രോം P450. ഏതാണ്? അമൈലേസ്. അമൈലേസ് പാവല്ലേ. അടുത്തത്, വിച്ച് പ്രോസസ് ഈസ് ഇൻവോൾവ് ഇൻ ദ ജനറേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ് ഫ്രം PUFA? ഓക്കെ, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ലിപ്പിഡ് പെറോക്സിഡേഷൻ, പ്രോട്ടീൻ ഓക്സിഡേഷൻ, DNA റെപ്ലിക്കേഷൻ, ഗ്ലൈക്കോലിസിസ്. എന്താണ്? ഓപ്ഷൻ എ, ലിപ്പിഡ് പെറോക്സിഡേഷൻ. വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ടു മെഷർ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഇൻ ദ ബോഡി? ഏതാണ്? ഗ്ലൂക്കോസ്, യൂറിയ, മാലോൺ ഡൈആൽഡിഹൈഡ്, കൊളസ്ട്രോൾ. ഏതാണ്? മാലോൺ ഡൈആൽഡിഹൈഡ്. Which ROS is known to promote atherosclerosis and cardiovascular disease? Hydrogen peroxide, superoxide anion, singlet oxygen, oxidized low density lipoprotein. അല്ലേ? എന്താണ്? ഓക്സിഡൈസ്ഡ് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. What is the primary effect of free radicals on nucleic acids? Enhancing DNA repair, causing DNA strand breaks, promoting protein synthesis, stabilizing RNA structure. ഏതാണ്? causing DNA strand breaks. അല്ലേ? എല്ലാത്തിനെയും നശിപ്പിക്കുകയാണ്. അപ്പോൾ ബി, ഓപ്ഷൻ ബി. Which environmental factor is not responsible for generating free radicals? Not responsible ആണ്. Ionizing radiations ഉണ്ട്, photolysis of oxygen by light ഉണ്ട്, cigarette smoke ഉണ്ട്, water consumption is not responsible. അപ്പം ഓപ്ഷൻ ഡി.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ഫ്രീ റാഡിക്കൽ ഡാമേജ് ടു ദ ഐലറ്റ്സ് ഓഫ് പാൻക്രിയാസ്? ടൈപ്പ് 1 ഡയബറ്റിസ് മെൽറ്റസ്, ടൈപ്പ് 2 ഡയബറ്റിസ് മെൽറ്റസ്, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, കാറ്ററാക്ട്. ഓക്കെ, അതേതാണ് ആൻസർ വരുന്നത്? നമ്മുടെ ടൈപ്പ് 1 ഡയബറ്റിസ് മെൽറ്റസ്, ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെൽറ്റസ്. ഓക്കെ. Which factor increases the susceptibility of proteins to free radical attack? Glycation of proteins, ഡീഹൈഡ്രേഷൻ, ലോ ബോഡി ടെമ്പറേച്ചർ, ഹൈ ഓക്സിജൻ ലെവൽസ്. നമ്മൾ പറഞ്ഞാണല്ലേ, അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസുമായിട്ട് ചേരുമ്പോൾ ഗ്ലൈക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് ഉണ്ടാകുമ്പോഴാണ് മോൺ പ്രോ ടു ഫ്രീ റാഡിക്കൽസ് ആവുന്നത്. അപ്പം ഏതാണ്? ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ഡ്യൂറിംഗ് ദ ടെർമിനേഷൻ ഫേസ് ഓഫ് ലിപ്പിഡ് പെറോക്സിഡേഷൻ? എന്ത് സംഭവിക്കുന്നു? ഫോർമേഷൻ ഓഫ് ന്യൂ റാഡിക്കൽസ്, ഓൾ അവൈലബിൾ പ്യൂഫ ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ്, ഇനിസിയേഷൻ ഓഫ് പെറോക്സിഡേഷൻ, പ്രൊബക്കേഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ. അല്ലേ, ടെർമിനേഷൻ ഫേസിൽ എന്താ? ഓൾ അവൈലബിൾ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ്. ഓപ്ഷൻ ബി. അടുത്തത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? സൂപ്പർ ഓക്സൈഡ് ആനയോൺ റാഡിക്കൽ ആൻഡ് നൈട്രിക് ഓക്സൈഡ് ആർ എക്സാമ്പിൾസ് ഓഫ് ROS. ശരിയാണ്. എബൌട്ട് 10 to 20% ആണ് കേട്ടോ. ഇവിടെ 10 to 20% ഓഫ് ഓക്സിജൻ ടേക്കൺ ബൈ ദ ബോഡി ഈസ് കൺവേർട്ടഡ് ടു ഫ്രീ റാഡിക്കൽ. അല്ല, എത്രയാണ്? 1 to 4 ആണ് അല്ലേ? 1 to 4. അടുത്തത്, സാന്തീൻ ഓക്സിഡൈസ് ഈസ് ആൻ എൻസൈം ദാറ്റ് പ്രൊഡ്യൂസസ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, ഫ്രീ റാഡിക്കൽ ഉണ്ടാക്കുന്നതല്ലേ? ഓക്കെ, അപ്പം ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ളത്? 1ഉം 3ഉം. ഓക്കെ, ഓപ്ഷൻ 1ഉം 3ഉം ആണ് കറക്റ്റായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ആണ് നോക്കേണ്ടത്. പ്രൊഡക്ഷൻ ഓഫ് നൈട്രിക് ഓക്സൈഡ് ഫ്രം മാർജിൻ ഈസ് എ സോഴ്സ് ഓഫ് ഫ്രീ റാഡിക്കൽസ് ഇൻ ദ സെല്ലുലാർ മെറ്റബോളിസം. അത് കറക്റ്റാണ്. അയണൈസിങ് റേഡിയേഷൻസ് ആർ ആൻ എൻവയോൺമെന്റൽ സോഴ്സ് ഓഫ് ഫ്രീ റാഡിക്കൽസ്. കറക്റ്റാണ്. ഫോട്ടോലൈസ് ഓഫ് ഓക്സിജൻ ബൈ ലൈറ്റ് ഡസ് നോട്ട് ജനറേറ്റ് ഫ്രീ റാഡിക്കൽസ്. അത് തെറ്റാണ്. കറക്റ്റ് ഏതാണ്? 1ഉം 2ഉം ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴത്ത് തന്നിരിക്കുന്നതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് വെച്ചിരിക്കുന്നത്? കറക്റ്റ് അല്ല, ഇൻകറക്റ്റ്. മാലോൺ ഡൈഹാൾഡിഹൈഡ് ഈസ് യൂസ്ഡ് ആസ് എ ബയോകെമിക്കൽ മാർക്കർ ഫോർ ലിപ്പിഡ് പെറോക്സിഡേഷൻ. അത് ശരിയാണ്. ഫ്രീ റാഡിക്കൽസ് കനോട്ട് ഡാമേജ് ന്യൂക്ലിക് ആസിഡ്. അത് തെറ്റാണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഈസ് ആൻ ഇംബാലൻസ് ഓഫ് ഫ്രീ റാഡിക്കൽസ് ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് ഇൻ ദ ബോഡി. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? 2 only അല്ലേ? 2 only ആണ് ആൻസറായിട്ട് വരുന്നത്. സി. അടുത്ത ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഓക്കെ, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആർ പ്രോഡക്ട്സ് ഓഫ് കംപ്ലീറ്റ് റിഡക്ഷൻ ഓഫ് ഓക്സിജൻ. അത് തെറ്റാണ്. കംപ്ലീറ്റ് റിഡക്ഷൻ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ വാട്ടറായിട്ട് മാറില്ലേ? അപ്പോൾ പാർഷ്യൽ റിഡക്ഷൻ ആണ്. ഫ്രീ റാഡിക്കൽസ് ഹാവ് എ വെരി ഷോർട്ട് ഹാഫ് ലൈഫ്. അത് ശരിയാണ്. സിഗരറ്റ് സ്മോക്ക് കണ്ടെയ്ൻസ് ഫ്രീ റാഡിക്കൽസ്. അതും ശരിയാണ്. ഏതാണ്? 2ഉം 3ഉം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഫ്രീ റാഡിക്കൽസ് ക്യാൻ കോസ് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ക്രോസ് ലിങ്കിങ് ഓഫ് പ്രോട്ടീൻസ്. യെസ്, അത് ശരിയാണ്. പെറോക്സിസ്മൽ ജനറേഷൻ ഓഫ് ഓക്സിജൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് എ സോഴ്സ് ഓഫ് ഫ്രീ റാഡിക്കൽസ് ഇൻ സെല്ലുലാർ മെറ്റബോളിസം. അതും കറക്റ്റാണ്. ആൻറ്റി ഓക്സിഡൻസ് ക്യാൻ ന്യൂട്രലൈസ് ഫ്രീ റാഡിക്കൽസ് ആൻഡ് റെഡ്യൂസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. അതും ശരിയാണ്. എല്ലാം ഓൾ കറക്റ്റ് ആണ് അല്ലേ? ഓൾ ഓഫ് ദം. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്രീ റാഡിക്കൽസ് എന്നുള്ള ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി ആൻറ്റി ഓക്സിഡൻസ് ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, താങ്ക് യു.